അത്യുന്നതനായ കർത്താവിൻ്റെ അനുഗ്രഹീത നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ജയോത്സവം ചർച്ചിൻ്റെ ഈ സിൽവർ ജൂബിലി കൺവെൻഷനിൽ ഈ പ്രഥമ രാത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരം ഒരു ഭാഗ്യപദവിയായി കരുതി കർത്താവിന് എല്ലാ ബഹുമാനവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ യോഗം പ്രിസൈഡ് ചെയ്യുന്ന ഈ സെൻറ്ററിൻ്റെ ഉപാധ്യക്ഷനായിരിക്കുന്ന പ്രിയ രാജൻ പാസ്റ്റർ, അതേപോലെ ക്രിസ്തുവിൽ ഞാനൊരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ശുശ്രൂഷയുടെ പ്രാരംഭ കാലം മുതൽ തന്നെ ഒത്തിരി നിരവധി ആത്മീയ കൈത്താങ്ങലുകൾ, പ്രാർത്ഥനകൾ, അവസരങ്ങൾ, വ്യത്യസ്ത തലങ്ങളിൽ പ്രോത്സാഹനങ്ങൾ തന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയും ഈ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകനുമായ പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ അവർകൾ പ്രിയാൻറ്റി കുടുംബം, അതേപോലെ ഇവിടെ വേദിയിലായിരിക്കുന്ന മറ്റ് അനുഗ്രഹീതരായിരിക്കുന്ന കർത്തൃദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ നേതൃത്വം നൽകിയ പ്രിയ ദൈവദാസന്മാർ, ഈ രാത്രിയിൽ ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാത്രിയിൽ ലഭിക്കപ്പെട്ട ഈ അവസരം ഏറ്റവും സന്തോഷമായി ഞാൻ കരുതുന്നു. എളിയ തുടക്കങ്ങളെ ആദരിക്കുന്ന ദൈവം, നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അത് പൂർത്തീകരിക്കാൻ ശക്തനാണ് എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഇവിടെയുള്ള ജയോത്സവം ദൈവസഭ. ഇത് ആരംഭിച്ച ആരംഭങ്ങളെപ്പറ്റി പ്രിയ കർത്തൃദാസൻ പല വേദികളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും തികച്ച് ലളിതമായ ഒരു തുടക്കം, പക്ഷേ ദൈവം നട്ടതിനെ വളർത്തുക എന്നത് മനുഷ്യനേക്കാളധികം ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നമ്മെ ഒരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ട് ഇടുന്നത്, അവിടേക്ക് ദൈവം നമ്മെ ആക്കി വെക്കുന്നത്, അതിൻ്റെ പിൻപിൽ നമ്മുടെ ഉദ്ദേശത്തെക്കാൾ അപ്പുറത്ത് ആ ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ ഉദ്ദേശം. പ്രിയ ദൈവദാസനെ ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവം കൊണ്ടിട്ടപ്പോൾ ഈ ദേശത്തിൻ്റെ നടുവിൽ ദൈവത്തിനൊരു ഉദ്ദേശം, അതിന് അദ്ദേഹത്തെ ഉപകരണമായി ദൈവം ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ സഭ ഇതുവരെ വാർത്തെടുക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന് നന്ദി പറയുന്നു. ഇനിയും ദൈവസഭയുടെ ചരിത്രത്തിൻ്റെ സുവർണ്ണ നാളുകൾ തുടരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഒരു 25 വർഷം ആകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ചാർജ്ഡായി, വളരെ ആത്മാവിൻ്റെ ഇടപെടലോടുകൂടി സജീവമായ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം എല്ലാ കൃപയും ആശീർവാദങ്ങളും തരട്ടെ എന്ന് ദൈവസഭയ്ക്ക് എല്ലാവിധമായ ആശംസകളും പ്രാരംഭമായിട്ട് അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ ദൈവസഭ പ്രത്യേകിച്ച് ഇതൊരു സിൽവർ ജൂബിലി കൺവെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവസഭയ്ക്ക് കൈമാറുവാൻ കർത്താവിനോട് ഒരു സന്ദേശം ഞാൻ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു ചിന്തയാണ് ഞാൻ ഈ ദൈവസഭയ്ക്ക് കൈമാറുവാൻ താല്പര്യപ്പെടുന്നത്. അത് ഒരു റിന്യൂവലിൻ്റെ മെസ്സേജാണ്, ഒരു പുതുക്കത്തെ പറ്റിയുള്ള ഒരു സന്ദേശമാണ്. ഞാൻ ആമുഖമായി ആശംസവാചകം പറഞ്ഞതുപോലെ തന്നെ 25 വർഷത്തിനകത്ത് ആലസ്യം ബാധിക്കപ്പെടുകയല്ല, ശക്തി ആർജിച്ചെടുത്ത് കുറേയും കൂടെ ഗർജന ശബ്ദം മുഴക്കുവാൻ ദൈവസഭയുടെ ചരിത്രത്തിനകത്ത് സ്വർഗം സഹായിക്കുന്ന വർഷങ്ങളാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയും അന്തരാത്മാവിൽ ആഗ്രഹമുള്ള ദൈവമക്കൾ, കർത്താവിൻ്റെ വചനത്തിലേക്ക് ഈ പ്രാരംഭ നിമിഷം നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആധരങ്ങൾ തുറന്ന് അല്പനിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലുള്ള ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിന്, തുടർ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടതിന്, ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന ആത്മാവിൻ്റെ ഇടപെടൽ ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. ദുരാത്മ മണ്ഡലങ്ങൾ, ദുർഭൂതമണ്ഡലങ്ങൾ, പൈശാചിക മേഖലകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. ദൈവ മഹത്വത്തിൻ്റെ അത്ഭുതകരം റാം ശഖ സേരേഖേനിയാന്തരാദിയ ഇന്ന് രാത്രി മഹത്വപൂർണനായ ദൈവത്തിൻ്റെ ദിവ്യ തേജസ്
ഈ ഹോളിനകത്ത് ഇറങ്ങി വന്ന് ജനത്തെ സ്പർശിക്കേണ്ടതിന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് ദൈവ മഹത്വം വ്യാപരിക്കുന്നതിനും നാം പറയുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, ദൈവിക വീര്യപ്രവൃത്തികൾ വെളിപ്പെടട്ടെ, വചനത്താൽ ജനം ഉറപ്പിക്കപ്പെടട്ടെ, ദൈവ മഹത്വം ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യം വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ജയമെടുക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ സ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഏറ്റവും പരിചിതമായ ഒരു തിരുവിടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിസ്തരമായ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് ഏറ്റവും പരിചിതമുള്ള ഒട്ടനവധി പ്രാവശ്യം നമ്മുടെ മനസ്സുകളിലേക്ക് വന്ന ഒരു തിരുവിടുത്താണ്. റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മതി. റോമലേഖനം എന്ന ഏറ്റവും ഗൗരവ പ്രാധാന്യമുള്ള പൗലോസിൻ്റെ ഗംഭീരമായ ഒരു ലേഖനം. ഈ ലേഖനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ പ്രമേയങ്ങൾ ഉൾന്നിട്ടിരിക്കുന്ന ഗൗരവ പ്രാധാന്യമുള്ളൊരു ലേഖനമാണ് റോമാലേഖനം. നീതീകരണം, വിശുദ്ധീകരണം, ഏകീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന പ്രമേയത്തെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഗൗരവമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനം. അതിൽ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായ വിഷയം യേശുക്രിസ്തുവിലൂടെ ലഭിക്കപ്പെട്ട ആ രക്ഷയുടെ അനുഭവം, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയമാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത്. എന്നാൽ അതുമാത്രമല്ല, നിരവധി ഭാവികാല ചിന്തകൾ, അതേപോലെ വർത്തമാനകാല ചിന്തകൾ, ഭൂതകാലത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടത് നിരവധി പ്രമേയങ്ങൾ ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. വിശ്വാസത്തെപ്പറ്റി, ദൈവത്തെപ്പറ്റി, പാപത്തെപ്പറ്റി, പാപത്തിൽ നിന്നുള്ള വിമോചനത്തെപ്പറ്റി, വിശ്വാസികളുടെ ദൗത്യത്തെപ്പറ്റി, സുവിശേഷീകരണത്തെപ്പറ്റി, ധാർമ്മികതകളെപ്പറ്റി എന്നുവേണ്ട നിരവധി പ്രമേയങ്ങൾ ഈ റോമാലേഖനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഈ 12-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പം നമ്മൾ ഗൗരവമായിട്ട് ഇന്ന് രാത്രി ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട 2-3 ആസ്പെക്റ്റുകൾ. ഒന്ന്, റിന്യൂവൽ എന്നൊരു പദമാണ്, പുതുക്കം. അടുത്തൊരു പദമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം കിടക്കുന്നത്. ഈ പദങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ഇന്ന് രാത്രി താല്പര്യപ്പെടുകയാണ്. ഞാൻ ഈ റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ. ഒരു പക്ഷേ നമ്മൾ വായിച്ച ട്രാൻസ്ലേഷൻ അപ്പുറത്തേക്ക് ജെബി ഫിലിപ്സ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഈ റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ അദ്ദേഹം വ്യാഖ്യാനിച്ച്, അല്ലെങ്കിൽ തൻ്റെ പരിഭാഷയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു എഴുത്ത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതൊരു ഇംഗ്ലീഷ് പരിഭാഷയാണ്. അതിൻ്റെ ഒരു മലയാള തർജിമ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് തരാം. ഇപ്രകാരം: അത് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കണ്ണു തുറന്ന്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ളൊരു ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടതും അവിടുത്തേക്ക് സ്വീകാര്യവുമായ ഒരു ജീവനുള്ള യാഗമായി നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്തൊരു പദം: നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെ അതിൻ്റെ സ്വന്തം അച്ചിലേക്ക് ഞെരുക്കാൻ അനുവദിക്കരുത്. ദൈവം നിങ്ങളുടെ മനസ്സുകളെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തട്ടെ. അങ്ങനെ നിങ്ങൾക്കായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി നല്ലതാണെന്നും അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും നാം നിറവേറ്റി യഥാർത്ഥ പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത്ര ഒരുമിച്ച് വായിക്കുമ്പോൾ അത് ചില കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒത്തിരി ഗൗരവമായിട്ടുള്ള ആശയങ്ങൾ ഈ ഒരു ട്രാൻസ്ലേഷനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് രാത്രി ഒന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പം നമ്മിൽ സംഭവിക്കേണ്ട ഒരു രൂപാന്തരത്തെ പറ്റിയാണ് ഇവിടെ കാണുന്നത്. ഈ രൂപാന്തരത്തിന് വേണ്ടി നിങ്ങൾ ഒന്നാമതായിട്ട് കണ്ണു തുറന്ന് കാണേണ്ടത്, ഈ എഴുത്തുകാരൻ പറയുന്നത്, ദൈവത്തിൻ്റെ കരുണ കണ്ണു തുറന്ന് നിങ്ങൾ കാണണം. ദൈവത്തിൻ്റെ കരുണ കണ്ണു തുറന്ന് നിങ്ങൾ കാണണം. നമ്മൾ മലയാളത്തിനകത്ത് വായിച്ചത് സഹോദരന്മാർ പറഞ്ഞ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറേയും കൂടി ഡെപ്തുള്ളൊരു പദമാണ് ദൈവത്തിൻ്റെ കരുണ. നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. കരുണ കണ്ണു തുറന്ന് കാണണം. ശരിക്കും ഈ 11 അധ്യായം വരെ
പൗലോസ് ആ ദൈവത്തിൻ്റെ കരുണയുടെ ഉജ്ജ്വല പ്രയോഗങ്ങൾ എഴുതി വെച്ചിട്ട് പറയുക, നിങ്ങളത് കണ്ണുറന്നൊന്ന് കാണണം. എന്താണ് ഒന്നാമത്തെ കാര്യം? ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഗിൽറ്റ് ആൻഡ് പെനാൽറ്റി ഓഫ് സിൻ. നിങ്ങളെ പാപത്തിൻ്റെ പെനാൽറ്റിക്കകത്തുനിന്ന് നിങ്ങളെ നീതീകരിച്ച ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ കാണണം. അപ്പം നിങ്ങൾ ആരായിരുന്നു? നമ്മൾ മരിച്ചവരായിരുന്നു. അത് എഫെസ്യ ലേഖനത്തിൻ്റെ പദം എടുക്കണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും അവിടുന്ന് ഉയർപ്പിച്ചു. അപ്പം കണ്ണു തുറന്ന് കാണേണ്ട ഒന്നാമത്തെ ദൈവത്തിൻ്റെ കരുണ, എനിക്ക് അർഹതപ്പെട്ട മരണം മാറ്റി എനിക്ക് ദൈവത്തിൻ്റെ നീതി തന്ന് എൻ്റെ പെനാൽറ്റി മാറ്റി, ആ പെനാൽറ്റി തൻ്റെ ശരീരത്തിനകത്ത് വഹിച്ച് എനിക്ക് തന്ന ദൈവത്തിൻ്റെ നീതിയെ ഓർത്താൽ അകം നിറഞ്ഞ് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. കാരണം ഞാൻ അനുഭവിച്ച ദൈവത്തിൻ്റെ നീതിയുടെ വലിപ്പം. ജീസസ്. ദൈവത്തിൻ്റെ കരുണയെ കണ്ണു തുറന്ന് കാണുകയെന്ന് പറയുമ്പം ഒന്നാമത്തെ കാര്യം അവിടുന്ന് നമുക്ക് തന്ന നീതീകരണത്തെയും നമ്മുടെ പാപത്തിൻ്റെ പെനാൽറ്റിയെ അവിടുന്ന് വഹിച്ചതിനെയും ഓർത്താൽ നമുക്ക് ദൈവത്തിന് ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ സമർപ്പിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, അഡോപ്ഷൻ ഇൻ ജീസസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എന്നെ ദത്തെടുത്തു. അടുത്തത്, ക്രിസ്തുവിനോട് എന്നെ സമന്മാരാക്കി മാറ്റുവാൻ, തൻ്റെ തനി സ്വരൂപത്തോട് എന്നെ അനുരൂപരാക്കുവാൻ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ കരുണയോർത്താൽ എനിക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. എന്നെ ആ സ്വർഗീയ കുടുംബത്തിനകത്തേക്ക് ഹി അഡോപ്റ്റഡ് മീ. അവിടുന്ന് എന്നെ അഡോപ്റ്റ് ചെയ്തു, അവിടുന്ന് എന്നെ ദത്തെടുത്തു. ഈ ദത്തെടുപ്പ് എന്ന പദം അതിൻ്റെ ഗൗരവമായ ആഴമുള്ളൊരു പദമാണ്. കാരണം ഈ ഭൂമി നമുക്കറിയാം, ദത്തെടുപ്പിനകത്ത് ഒത്തിരി ഫോർമാലിറ്റികൾ കിടപ്പുണ്ട്. ഒരു ദിവസം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ദത്തെടുപ്പ് നടന്നത് ഒറ്റ ദിവസമല്ല, ആ കർത്താവിൻ്റെ കാൽവറി മരണം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് അങ്ങനൊരു ബന്ധമില്ല. ഇവിടെ നിന്നുകൊണ്ട് മനസ്സിൻ്റെ കോണിൽ പറയുക, കർത്താവേ എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ മകനാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ പരിവർത്തനം വന്നാൽ ദത്തെടുക്കുന്ന പ്രോസസ്സിന് അടുത്ത വർഷം വരെ തുടർച്ചയില്ല. ഇന്ന് രാത്രി, ഈ നിമിഷം, ഈ നാഴികയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മീക പദവിയിലേക്ക് കാലെടുത്ത് വെക്കുമെങ്കിൽ ഈ അഡോപ്ഷൻ എന്ന ദൈവിക പദവി അത്ര വലിപ്പമുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞതൊക്കെ ആഴത്തിലുള്ള ദൈവശാസ്ത്രം എന്താണ്. ഒരു പക്ഷേ ഓരോ വാക്കും, ഈ ജസ്റ്റിഫിക്കേഷൻ ഞാൻ റോമാലേഖനം 1-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ പറയേണ്ടി വരും. ഈ അഡോപ്ഷൻ എന്ന പദത്തിനകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ 7-8 അധ്യായങ്ങൾ ഗംഭീരമായി വ്യാഖ്യാനിക്കേണ്ടി വരും. എന്നാൽ ഞാൻ പറഞ്ഞങ്ങ് വിടുക. ഈ പൗലോസ് പറഞ്ഞ കരുണ ഓർക്കാൻ പറയുമ്പോൾ ഇതൊക്കെ അതിനകത്തുണ്ട്. അടുത്തൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഏതിൻ്റെ കീഴിലാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്? യു ആർ പ്ലേസ്ഡ് അണ്ടർ ഗ്രേസ് നോട്ട് ലോ. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് കൃപയ്ക്ക് അധീനന്മാരാക്കി തീർത്തു, ന്യായപ്രമാണത്തിനല്ല. ന്യായപ്രമാണത്തിന്മാർ അധീനരായപ്പോൾ ഇവരുടെ ഒരു ബലഹീനത ഉണ്ടായിരുന്നു. ഈ എഴുതപ്പെട്ട ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കണം, മുഴുവൻ പാലിക്കണം, എന്നാൽ മാത്രമേ ആ കരുണ എനിക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷേ അകത്ത് ബലഹീനതയും ജഡവും പാപവും കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശുക്രിസ്തു മുഖാന്തരം സംഭവിച്ചൊരു കാര്യം, എൻ്റെ പകരക്കാരൻ എനിക്ക് വേണ്ടി മരിച്ചപ്പം അതിനെ ഞാൻ വിശ്വസിച്ചപ്പം ആ തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഇനിമേൽ നീ ന്യായപ്രമാണത്തിന് കീഴിലല്ല, ഇനിമേൽ നീ ന്യായപ്രമാണത്തിന് അടിമയല്ല. യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കാൻ വന്നതുകൊണ്ട് ഇനിമേൽ നീ കൃപയ്ക്കടിയിൽ, കൃപയുടെ കീഴിൽ, കൃപയുടെ ഭാഗമാക്കി സ്വർഗം നിർത്തിയെങ്കിൽ ഇനിമേൽ ഞാൻ ന്യായപ്രമാണത്തിനല്ല, ഞാൻ കൃപയുടെ അധീനനായി കൃപയ്ക്ക് കീഴിൽ എന്നെ ദൈവം ആക്കി വെച്ചെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റുന്ന ഒരു കാരണം, ദൈവം എന്നെ കൃപയ്ക്കകത്ത് നിർത്തി. പൗലോസ് പറയുന്നു, ഇത് കണ്ണു തുറന്നൊന്ന് കാണണം. അപ്പോൾ 1, നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള കണ്ണു തുറന്ന് കാണണം. 2, നിങ്ങൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു, നിങ്ങൾ ദത്തെടുക്കപ്പെട്ടെന്ന് കാണണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ തനി സ്വരൂപത്തോട് നിങ്ങളെ അനുരൂപരാക്കിയെന്ന് കാണണം. നിങ്ങളെ കൃപയ്ക്ക് കീഴിലാക്കിയെന്ന് കാണണം. അടുത്തത്, യു ആർ ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ് ടു ലീവ് ഇൻ വിത്തിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്ന് ഈ ആത്മാവിനാൽ ജീവിക്കാനുള്ള ഒരനുഭവം ദൈവം നിങ്ങൾക്ക് തന്നു.
ഇത് പറഞ്ഞ കൃപയുടെ പ്രമാണത്തിനകത്ത് കൃപയ്ക്കകത്ത് എന്നെ ആക്കി. പക്ഷെ ഞാൻ കൃപയ്ക്കകത്തായി, എൻ്റെ ലോകം കൃപയ്ക്കകത്തല്ല. ഞാൻ ആ കൃപയ്ക്കകത്ത് വന്നത്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് വന്നു, ആ കൃപയ്ക്കകത്തുണ്ട്. പക്ഷേ ഇന്നലെ പോയ അതേ ക്യാമ്പസിലാണ് നമ്മൾ ഇന്നും പോകുന്നത്. ഇന്നലെ പോകുന്ന അതേ വ്യവസ്ഥിതിക്കകത്താണ് ഇന്നും പോകുന്നത്. നമ്മൾ നന്നായത് കൊണ്ട് നമ്മുടെ ലോകം നന്നാകത്തില്ല. നമുക്ക് മാറ്റം വന്നതുകൊണ്ട്, നമുക്ക് റിഫോർമേഷൻ വന്നതുകൊണ്ട് നമ്മുടെ ലോകത്തിന് റിഫോർമേഷൻ വരത്തില്ല. പഴയ ക്യാമ്പസിൽ തന്നെയാണ് ഇന്നും പോകുന്നത്, പഴയ ജോലി മേഖലയിൽ തന്നെയാണ് ഇന്നും പോകുന്നത്, പഴയ പ്രൊഫഷണൽ ഫീൽഡിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. സെയിം കറപ്ഷൻ അവിടെ ഉണ്ട്, സെയിം ഇമ്മോറാലിറ്റി അവിടെ ഉണ്ട്, സെയിം ആയിട്ടുള്ള മുഴുവൻ പശ്ചാത്തലങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ തോറ്റ ഇമ്മോറാലിറ്റി, ഇന്നലെ ഞാൻ തോറ്റ കറപ്ഷൻ്റെ മേഖലകൾ, ഞാൻ തോറ്റ പാപത്തിൻ്റെ മേഖലകൾ ഇന്നെന്നെ തോൽപ്പിക്കത്തില്ല. മറിച്ച് തോറ്റ ഇടത്ത് എന്നെ തോൽപ്പിച്ചതിനെ തിരിച്ചു ഞാൻ തോൽപ്പിക്കും. കാരണം അതെൻ്റെ പവറല്ല, അതെൻ്റെ ശക്തിയല്ല, മറിച്ച് എൻ്റെ അകത്ത് പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്തിനോട് തോറ്റോ, എവിടെ തോറ്റോ, ഏത് സാഹചര്യത്തിൽ തോറ്റോ, തിരിച്ചതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാത്മശക്തി സ്വർഗം എൻ്റെ അകത്ത് തന്നെന്ന് ഇന്ന് രാത്രി ബോധ്യമുള്ളവർ ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങണം. തോറ്റതിനെ തിരിച്ച് എൻകൗണ്ടർ ചെയ്യാൻ, അതിനെ തോൽപ്പിക്കാൻ. ജീസസ് ആത്മവകത്തുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണമാണ് തിരിച്ച് എൻകൗണ്ടർ ചെയ്യാൻ, തിരിച്ചു തോൽപ്പിക്കാൻ എനിക്ക് കഴിയും. മധുരം ഷുഗർ രോഗികൾ ഉപേക്ഷിക്കുന്നത് മധുരം വെറുത്തിട്ടൊന്നുമല്ല. ആണോ? അല്ല, ഒരിക്കലുമല്ല. മധുരത്തോടുള്ള താല്പര്യം വെറുത്തിട്ടൊന്നുമല്ല. മധുരം മടുത്തിട്ടല്ല, ഗതികേട് കൊണ്ടാ, അവസ്ഥ കൊണ്ടാ. ഡോക്ടർ പറഞ്ഞു, അല്ലേ ഭാര്യ കണ്ണുരുട്ടും, ഭർത്താവ് കണ്ണുരുട്ടും, കൃത്യം ഡയറ്റുണ്ട്. ഇതുകൊണ്ടൊക്കെ എന്തുപേക്ഷിക്കുന്നേ? അതുകൊണ്ടാണ് വിവാഹത്തിനകത്ത് ബിരിയാണി കഴിച്ചിട്ട് കൈയഴി പോകണമെന്നുണ്ട്. പക്ഷേ ഡെസേർട്ടെ തൊടും. വീട്ടിൽ പോയി 2 പോയിൻ്റ് കൂടുതലെടുക്കാമെന്ന് പറയും. കാരണം എന്താ? മധുരം മടുത്തിട്ടില്ല, വെറുത്തിട്ടില്ല, മടുത്തിട്ട് മാറ്റിയതല്ല, സാഹചര്യം കൊണ്ട് മാറ്റിയതാ. ഞാൻ പറഞ്ഞത് ഇത് അതിനോട് ഞാൻ വെറുപ്പ് വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞതല്ല, സാഹചര്യം കൊണ്ട് വന്ന. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ വരെ ഞാൻ ആസ്വദിച്ചത്, ഇന്നലെ വരെ ഞാൻ രസിച്ചത്, ഇന്നലെ വരെ എന്നെ രസിപ്പിച്ചത്, ഇന്നലെ വരെ ഞാൻ എൻജോയ് ചെയ്തത്, ഇന്നലെ വരെ ഞാൻ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന അതിൻ്റെ ഭാഗമായി നിന്നത്, ഈ കൃപയുടെ പ്രമാണത്തിനകത്തേക്ക് വന്ന് ആത്മാവിനെ ഞാൻ നിയന്ത്രിക്കപ്പെടുമ്പം ഇന്നെനിക്കത് അറപ്പായി തോന്നും, വെറുപ്പായി തോന്നും, അതെനിക്ക് വർജിക്കാൻ തോന്നും, അതിൽ വിട്ടോടാൻ തോന്നും. കാരണം എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. പാപത്തോട് പോരാടി അതിനെ ജയിക്കാൻ എന്നെ പ്രബോധിപ്പിക്കുന്ന ഒരാത്മാവ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ ഈ ആത്മാവിനാൽ എനിക്ക് ആ പാപമണ്ഡലങ്ങളെ ജയിക്കാൻ കഴിയും. രാത്രി ഈ ജയോത്സവ ക്രൂസേഡിന്റെ 1ാമത്തെ ദിവസം രാത്രി തന്നെ അന്തരാത്മാവിൽ ഇങ്ങനൊരു ജയത്തിന്റെ ശക്തി വ്യാപരിക്കണം. എവിടെ തോറ്റോ, എന്തിനോട് തോറ്റോ, ഏത് സാഹചര്യത്തിൽ ആവർത്തിച്ച് തോറ്റോ, ഇന്ന് രാത്രി അതിനെ ജയിക്കാൻ അകത്തൊരാത്മമണ്ഡലം തുറക്കപ്പെടണം. അകം നിറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങണം. തോറ്റ ഇടത്ത് വിജയഭേരി മുഴക്കാൻ, പരാജയപ്പെട്ട ഇടത്ത് വിജയഭേരി മുഴക്കാൻ, നിർദ്ദയം തോറ്റ പാപമണ്ഡലങ്ങളെ ഇന്ന് രാത്രി പടപൊരുതി ജയിക്കാൻ. ഇന്ന് രാത്രി നമ്മൾ തോറ്റ ഇടത്ത് എന്നും തോറ്റ് കിടക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഈ ആത്മാവിനെ അകത്തു തന്നത് തോറ്റതിനെ തിരിച്ചു തോൽപ്പിക്കാനാണ്. എൻ്റെ മേൽ കർത്തൃത്വം നടത്തിയതിൻ്റെ കർത്താവായിട്ടിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. എൻ്റെ മേൽ കർത്തൃത്വം നടത്തിയതിൻ്റെ കർത്താവായിട്ടിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചേ. ഇന്നലെ വരെ എന്നെ തോൽപ്പിച്ചതിനെ എൻകൗണ്ടർ ചെയ്ത് തോൽപ്പിക്കാനാണ് ദൈവം എന്നെ വിളിച്ചേ. ഇന്നലെ വരെ പരാജയപ്പെട്ട് നിർദ്ദയം അനാവരണം ചെയ്യപ്പെട്ട മേഖലകൾക്കകത്ത് യേശുക്രിസ്തു മുഖാന്തരം ജയഭേരി മുടക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് ധൈര്യത്തോടെ നന്ദി പറയണം. അതിന്മേലുള്ള ജയം ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ആത്മാവിനാൽ എനിക്ക് അങ്ങനൊരു ജയമുണ്ട്. ജീസസ് ഇതിനാണ് ആത്മാവിനെ തന്നെ. ഞാൻ തോറ്റടത്ത്, തോൽപ്പിച്ചടത്ത് ജയിക്കും. അന്നേരമാണ് ഞാൻ കാണുന്ന, എന്നെ കാണുന്ന ആ ലോകം പറയും,
ഇവനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതല്ലാതെ ഇന്നലെ തോൽപ്പിച്ച അതേ ലോകത്തിൽ ആ ലോകത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നും ഉണ്ടെങ്കിൽ ദേ ക്യാൻ സീ എ ഡിഫറൻസ് ഇൻ മീ. അവർക്ക് എന്നിലൊരു വ്യത്യാസം കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇപ്പോഴവർ വ്യത്യാസം കാണും. അത് ഞാൻ പ്രത്യേകം അതിനുവേണ്ടി ഒരു പുട്ടി ഇട്ടതല്ല, ഞാൻ അങ്ങനെ കാണിച്ചതല്ല. പക്ഷേ ആന്തരികമായി വരുന്നൊരു മാറ്റം ലോകത്തിന് എവിഡൻ്റായി. ഇത് തുടങ്ങിയത് അകത്താ, ഇതിനായിട്ട് എനിക്ക് തന്നത് ആത്മാവിനെയാ. അതുകൊണ്ട് റോമലേഖനം 8:4 പറയുന്ന ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ സംഭവിച്ച ഷിഫ്റ്റ് അവിടെയാ. ഇന്നലെ വരെ ജഡത്തിൽ ജീവിച്ചാണ് ഞാൻ ആ ക്യാമ്പസിൽ പോയത്. ഇന്നലെ വരെ ജഡത്തിന് അടിമപ്പെട്ടാണ് ഞാൻ ആ പ്രൊഫഷണൽ മേഖലയിൽ പോയത്. പക്ഷേ ഇന്നൊരു മാറ്റമുണ്ട്. ഇനിമേൽ ജഡമല്ല, ഇനിമേൽ ഫ്ലഷ് അല്ല, ഇനിമേൽ എന്നെ നിയന്ത്രിക്കുന്നത് സ്പിരിറ്റാ. ആത്മാവെന്നെ നിയന്ത്രിക്കുന്നത്, ആത്മാവെന്നെ നടത്തുന്നത്, ആത്മാവെന്നെ കൈപിടിക്കുന്നത്, ആത്മാവെൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്, ആത്മാവെൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത്, ആത്മാവെൻ്റെ പദ്ധതികളെ ഫോം ചെയ്യുന്നത്, ആത്മാവെൻ്റെ ഹൃദയത്തെ റിഫോം ചെയ്യുന്നത്. തലം മാറും. അങ്ങനെ ഞാൻ ആത്മാവിനാൽ റിന്യൂ ചെയ്യപ്പെടുമ്പോൾ എൻ്റെ അവസ്ഥകൾ മാറും. ഞാൻ പോകുന്ന ഇടത്തെ എൻ്റെ വിചാരങ്ങൾ മാറും, എൻ്റെ വികാരങ്ങൾ മാറും, എൻ്റെ പ്രതികരണങ്ങൾ മാറും, എൻ്റെ അതിനോടുള്ള സകലതും മാറും. താങ്ക് യു ലോർഡ്. പൗലോസ് പറയാ, ഈ ദൈവത്തിൻ്റെ മേഴ്സി നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ? എന്തിനെ തന്നു? എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. എന്തിന്? അതിനാൽ ഞാൻ ജീവിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് എന്നത് നോട്ട് ജസ്റ്റ് എ പവർ. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നത് കേവലം ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് എന്നതൊരു തികഞ്ഞ വ്യക്തിയാണ്. ഒരു പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അനവധിയുണ്ട്. എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു തികഞ്ഞ വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഇടപെടുന്ന ആത്മാവിനെ ദൈവം നമുക്ക് തന്നേ. അങ്ങനെയൊക്കെ വഴി നടത്തുന്ന പാരാക്ലീറ്റോസ് എന്ന പദത്തെ നമ്മൾ ഗൗരവമായി പഠിച്ചാൽ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അങ്ങനെ നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുന്ന, അങ്ങനെ നമ്മെ വഴിതിരിച്ചു വിടാൻ കഴിയുന്ന, അങ്ങനെ നമ്മെ രൂപപ്പെടുത്താൻ കഴിയുന്ന, അങ്ങനെ നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ജീസസ്, 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 ജീസസ്. ഷാഖാറബാസിയ ഇന്ന് രാത്രി ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോണ്ട് അങ്ങനെ കർത്താവേ, ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് രാത്രി അതിൻ്റെ പരമാധികാരം എൻ്റെ അന്തരാത്മാവിൽ വെളിപ്പെട്ട് ഒരു വ്യക്തി എന്ന നിലയിലുള്ള സകല പരമാധികാരവും ജീസസ്. ദൈവസഭയ ഒരു വ്യക്തി എന്ന നിലയിൽ ആത്മാവിനെ, നാം ഓരോരുത്തരും ഒരു വ്യക്തി എന്ന നിലയിൽ ആത്മാവിനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റെ ഇടപെടൽ കടന്നു കയറും. ജീസസ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. അടുത്തത്, ഈ നിങ്ങൾ കാണേണ്ടുന്ന ദൈവത്തിൻ്റെ കരുണ എന്താ? പ്രോമിസ് ഓഫ് ഹെൽപ്പ് ഇൻ ഓൾ അഫ്ലിക്ഷൻ. നിങ്ങളുടെ എല്ലാ അവസ്ഥകളിലും നിങ്ങൾക്കുണ്ടാകുന്ന സജീവ സഹായത്തെ, ആ ദൈവ കരുണയെ നിങ്ങൾ കാണണം. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിനെയൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു ഭാഗം പറയുന്നുണ്ട്. ഈ ആത്മാവിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത ഞരക്കങ്ങളാൽ, അന്തരാത്മാവിൻ്റെ ഞരക്കങ്ങൾ പോലും സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആത്മാവിനെ എൻ്റെ അകത്ത് തന്നേ. ചിലപ്പോഴൊന്നും പ്രാർത്ഥന പുറത്തു വരത്തില്ല. വരുമോ? ഇല്ല, വരത്തില്ല. നമ്മുടെ വാ തുറന്ന് പ്രാർത്ഥന പുറത്തു വരാത്ത മണിക്കൂറുണ്ട്. നമ്മുടെ തേങ്ങലുകൾക്കകത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത മണിക്കൂറുണ്ട്. പക്ഷെ നമ്മുടെ തേങ്ങലുകൾ പോലും ഒരു പ്രാർത്ഥനയായി മാറി, അത് സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് അതിൻ്റെ മറുപടികൾ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നെങ്കിൽ അതിൻ്റെ പിൻപിലെ കാര്യം അകത്തു വസിക്കുന്ന ആത്മാവ് അത് സ്വർഗവുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ മറുപടി പുറപ്പെട്ടതോ. എല്ലാ അഫ്ലിക്ഷനകത്തും ജീസസ്. ചിലതൊന്നും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ഞാൻ എബ്രായ ലേഖനം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എബ്രായ ലേഖനത്തിനകത്ത് ഉള്ള ഒരു പദം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ. ഞാൻ ഒത്തിരി അടുത്ത് പ്രശ്നത്തിലുള്ളത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പക്ഷേ അതിലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രധാനം, ഹി ടച്ച് ദ ഫീലിംഗ് ഓഫ് അവർ ഇൻഫോമിറ്റീസ്. നമ്മുടെ ഇൻഫോമിറ്റീസിൻ്റെ ഫീലിങ്ങിനെ തൊടാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്.
ദുരന്തം കാണാൻ, ദുരന്തത്തിൽ വരാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ദുരന്തം ഒരുത്തരുണ്ടാക്കുന്ന ഫീലിംഗ് അറിയാൻ എനിക്ക് കഴിയണമെന്നില്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരേ അവസ്ഥയിലൂടെ രണ്ടുപേര് കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം കടന്നുപോയവന് രണ്ടാമത് കടന്നുപോയ ആളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കടന്നുപോയ ഒരു അവസ്ഥയിലൂടെ മറ്റൊരാൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, മോനെ ഞാനും അതിനകത്തൂടെ എന്ത് ചെയ്താ. പക്ഷെ ഞാൻ ഒരു സമയം വരെ ചിന്തിച്ചത് അതെനിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പം മനസ്സിലായി, ഞാൻ കടന്നുപോലെ അല്ല മറ്റൊരാൾ പോകുന്നത്. എൻ്റെ ഡിഫറൻ്റാണ് സാഹചര്യം. കാരണം രണ്ടു വ്യക്തിയാണ്. അത് അവരിൽ വരുത്തിയ ഷോക്ക് വ്യത്യസ്തമാണ്, അത് അവരിൽ വരുത്തിയ വികാര വിക്ഷോഭങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ മനസ്സതിനെ നേരിട്ടത് വിഷയമാണ്. ഒരേ അവസ്ഥയാണ്, ഒരേ സാഹചര്യമാണ്, ഒരേ കാര്യങ്ങൾ അവർക്ക് വന്നത്. പക്ഷെ രണ്ടു വ്യക്തികളിൽ ഉണ്ടാക്കിയ വികാരം രണ്ടാണ് എന്ന് പറഞ്ഞാൽ, അതിലൂടെ കടന്നുപോയ എനിക്ക് പോലും അതേ അവസ്ഥയിലൂടെ കടന്നുപോയ മറ്റൊരാളുടെ വികാരത്തെ, ഫീലിങ്ങിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ എൻ്റെ കർത്താവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവിടുന്ന് കേവലം എൻ്റെ അവസ്ഥകളിൽ വരുമെന്നല്ല, അവസ്ഥകൾ വരുത്തുന്ന എൻ്റെ വികാരത്തെയും തൊട്ട് അതിന്മേൽ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരത്യുന്നതനായ കർത്താവാണ് എൻ്റെ കർത്താവെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ കടന്നുപോയ വഴികളിൽ നിങ്ങളുടെ അകത്തു വന്ന വികാരങ്ങളെ അതിനെപ്പോലും തൊടാൻ കഴിയുന്ന അത്യുന്നതൻ്റെ കരം ഇന്ന് രാത്രി ഹോളിനകത്ത് വ്യാപരിക്കുന്നത് അനുഭവിക്കുന്ന ഇതിനകത്തുണ്ടെങ്കിൽ, ആർക്കും തൊടാൻ കഴിയാത്ത ചില ഹൃദയത്തിൻ്റെ വികാര വിക്ഷോഭങ്ങളെ ഇന്ന് രാത്രി അത്ഭുത കരം കൊണ്ട് തൊടാൻ കഴിയുന്നവൻ എൻ്റെ അന്തരാത്മാവിൻ്റെ വികാരങ്ങളെ പോലും ടച്ച് വിത്ത് ഫീലിംഗ് ഓഫ് അവർ ഇൻഫോർമിറ്റീസ്, എനിക്ക് വന്ന അവസ്ഥകളുടെ വികാരങ്ങളെ പോലും തൊടാൻ എൻ്റെ കർത്താവിന് കഴിയും. അങ്ങനെ ഇടപെടാൻ അതുപോലും മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. ദൈവത്തിൻ്റെ കരുണ അതുപോലും അറിയുന്ന ഒരു കർത്താവിൻ്റെ കരുണയെ നിങ്ങൾ ഓർക്കണം. തീർന്നില്ല. അഷ്വറൻസ് ഓഫ് സ്റ്റാൻഡിങ് ഇൻ ഗോഡ്സ് ഇലക്ഷൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നിൽക്കുന്നെന്ന് ഉള്ള ഉറപ്പും അത് ദൈവത്തിൻ്റെ കരുണയാണെന്നുമുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന പദപ്രയോഗമുണ്ട്, നിങ്ങൾ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിങ്ങൾ മുൻ നിയമിക്കപ്പെട്ടവർ, നിങ്ങൾ മുൻ നിർണയിക്കപ്പെട്ടവർ, നിങ്ങൾ ദൈവത്തിൻ്റെ തിരുഹിതത്തിൻ്റെ പദ്ധതിക്ക് പ്രകാരമുള്ളവർ. അങ്ങനെ ഉള്ളവരുടെ ഏറ്റവും വലിയ ഉറപ്പെന്നറിയോ, അവരുടെ അഷുറൻസ് എന്നറിയുമോ? അതാണ് 8:28 അവിടെ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. അവിടെ അകത്ത് കയറി അഷുറൻസ് കണ്ടോ? ഞാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ തിരുമനസ്സിനകത്ത് നിർണയിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവം എന്നെ മുൻ നിയമിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, എന്നെ പറ്റിയുള്ള മുന്നറിയിപ്പ് എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ടെങ്കിൽ, ആ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്തത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെങ്കിൽ, ഇന്ന് രാത്രി തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. വിശ്വസിക്കുന്ന പറയുന്ന രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് മകത്ത് കൊടുത്തിട്ട് പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, അല്പമല്ല സകലതും, സകലതും. ജീസസ്. ദൈവം എനിക്ക് തരുന്ന അഷുറൻസ് സകലവും നന്മയ്ക്കായിട്ട് ചെയ്യും. അവിടെ കൊണ്ട് തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും താഴെ വരുമ്പോൾ പറയുന്നു, കോൺഫിഡൻസ് ഓഫ് കമ്മിങ് ഗ്ലോറി. ദൈവം തരുന്ന ഏറ്റവും വലിയ ഉറപ്പെന്ന് പറഞ്ഞാൽ വരാനുള്ള ലോകത്തെ പറ്റിയുള്ള പ്രത്യാശയാണ്. അതുകൊണ്ട് 8-ാം അധ്യായം ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ഭൂമിയുടെ ഞരക്കം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, വിശുദ്ധന്മാരുടെ പ്രത്യാശ പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുക. വരുവാനുള്ള നിത്യ തേജസ്സിൻ്റെ ആ ഗംഭീര കനത്തെപ്പറ്റി അന്തരാത്മാവിനകത്ത് ബോധ്യം തന്ന്, ഉറപ്പ് തന്ന്, പ്രത്യാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിച്ചുകൊണ്ട്, കഷ്ടതയ്ക്കകത്ത് ധൈര്യപ്പെട്ടുകൊണ്ട്, പ്രത്യാശയിൽ പ്രശംസിച്ചുകൊണ്ട്, പ്രത്യാശയിൽ ആനന്ദിച്ചുകൊണ്ട്. ജീസസ്. നിങ്ങളെ പദം, ആ പ്രോഗ്രഷൻ കണ്ടോ? കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും എന്തിലാണ് അടിയൂന്ന് നിൽക്കുന്നത്? ലഭിക്കപ്പെട്ട ക്രിസ്ത്യൻ ഹോപ്പിലാണ്. നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടവരാണ്. 8:23 പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു.
അവിടെയും പറയുന്നു എന്തിനു വേണ്ടി കാത്തിരിക്കുക. ഇന്ന് ഞാൻ അഡോപ്റ്റഡ് ആണ്, ഇന്ന് ഞാൻ ആ ദൈവിക കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടവനാ. അതുകൊണ്ട് ഞാൻ ആ കർത്താവിനെ അപ്പാ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ അപ്പാ എന്ന് വിളിച്ച എൻ്റെ കർത്താവിനെ ഞാൻ നേർക്കുനേർ മുഖാമുഖം കണ്ട് നേരിട്ട് അപ്പാ എന്ന് വിളിക്കുന്ന ഒരു തേജസ്സിൻ്റെ ദിവസമുണ്ടെന്ന് അകത്ത് പ്രത്യാശാൽ ഉറപ്പ് പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ അകം കുതിച്ചവർ ദൈവത്തിന് നന്ദി പറയും. കാരണം അവർക്കറിയാം അന്തരാത്മാവിൽ അവരനുഭവിക്കുന്ന പ്രതിത്വത്തിന്റെ പൂർണ്ണത ഇനി സംഭവിക്കും. ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിനകത്ത് 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും, പക്ഷെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസമുണ്ട് ഇനി വെളിപ്പെടാൻ പോകുന്നത്. എങ്ങനെ വെളിപ്പെടുന്നത്? നമ്മുടെ കർത്താവിനെ താനാകുന്നത് പോലെ നാം കാണുന്നൊരു ദിവസമുണ്ട്. അങ്ങനെ തന്നോട് രൂപാന്തരപ്പെട്ട് സമന്മാരാകുന്ന ഒരു ദിവസമുണ്ട്. ഈ തേജസ്സിൻ്റെ പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾ ഈ ഭൂമിയിൽ നേരിടുന്ന മുഴുവൻ വെല്ലുവിളിയുടെ നടുവിലും അവർ കരുത്തരായി നിൽക്കും. കോൺഫിഡൻസ് ഓഫ് കമ്മിങ് ഗ്ലോറി തീർന്നില്ല. കോൺഫിഡൻസ് ഓഫ് നോ സെപ്പറേഷൻ ഫ്രം ദ ലവ് ഓഫ് ഗാഡ്. തൻ്റെ ഏറ്റവും വലിയ ധൈര്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്തുനിന്ന് എന്നെ അടർത്തി മാറ്റാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്തുനിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. ശരിക്കും ഇതൊക്കെ പൗലോസ് എന്ന മനുഷ്യൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കരുണയത് കേട്ടോ. കാരണം താൻ അതിനുശേഷവും പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ല വിധേനയും അത് പിടിക്കാമോ എന്ന് വെച്ച്, പിടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുക, വല്ല വിധേനയും മരിച്ചവരുടെ ഒരു പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നത്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു കൊള്ളട്ടെ. പക്ഷേ താൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാം. ചിലപ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഡിഫിക്കൽട്ട് ടൈമിനകത്ത് നമ്മൾ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയുന്നില്ല. അതിനകത്തുള്ള ദൈവത്തിൻ്റെ ഫേവർ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിനകത്തുള്ള ദൈവത്തിൻ്റെ മേഴ്സി നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം അത് നമ്മൾ പറഞ്ഞതല്ല, ദൈവം നമുക്ക് ആഴത്തിൽ നൽകിയ ദൈവത്തിൻ്റെ ഉറപ്പ് നമ്മുടെ യാതനകളിലൂടെ പുറത്തു വന്ന് നമ്മൾ പറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്ത് നിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. കഷ്ടത, പട്ടിണി, ആപത്ത്, വാളും, നഗ്നത, ഇപ്പോഴുള്ളത്, വരുമാനമുള്ളത്, ഉയരത്തിന്, ആഴത്തിന്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, സകലത്തിനും ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്ത് നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കരുണയാണെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയണം. അത് ദൈവത്തിന്റെ വലിയ കരുണയാ. വേർപിരിക്കാൻ കഴിയരുത്. വേർപിരിക്കണമെങ്കിൽ ഈ 18 വേണ്ട, 1 മതി. നമ്മുടെയൊക്കെ തനി സ്വഭാവത്തിൻ്റെ നില വെച്ച് നമ്മളെ വേർപിരിക്കണമെങ്കിൽ 18 കൂട്ടം ഒന്നും വേണ്ട, 1 മതി. നന്നായിട്ട് ആഞ്ഞടിക്കുന്ന ഒറ്റ കാര്യത്തിന് പിന്മാറാൻ പറ്റുന്ന മനക്കെട്ടിയൊക്കെ നമുക്കുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ കരുത്തന്മാരൊന്നും ചിന്തിക്കേണ്ട. എത്ര വലിയ കരുത്തന്മാരും കുലുങ്ങും. കഴിഞ്ഞ ദിവസം അസാധാരണ മനക്കെട്ടി ഉണ്ടെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ജീവിതത്തിൻ്റെ ഒരു ടഫ് ഫേസിലൂടെ പോയ സമയത്ത് ആലില പോലെ നിന്ന് പറയ്ക്കുന്ന കണ്ടു. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പുറത്ത് കാണുന്ന കരുത്ത് ചിലപ്പോൾ സാഹചര്യവുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മെ പിന്തിരിക്കാൻ 18 കൂട്ടമൊന്നും വേണ്ട, നന്നായിട്ടടിക്കുന്ന ഒരെണ്ണം മതി. എന്നാൽ 18 കൂട്ടം കാര്യം അടിച്ചിട്ടും പിന്മാറാതെ ഞാൻ നിൽക്കുമെന്ന് പൗലോസ് പറയണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഫേവറുണ്ട്. അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഫേവറുണ്ട്. അടിച്ചു വരുന്ന സകല തിരമാലകളും പ്രതിസന്ധികളും നമുക്ക് നേരെ അടിച്ചു വന്നിട്ടും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്തുനിന്ന് അടർത്തി മാറ്റാൻ കഴിയാതെ ഉറപ്പായി നിൽക്കുന്നെങ്കിൽ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ മഹാകരുണയാണെന്ന്, ദൈവത്തിൻ്റെ ഫേവറാണെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, കർത്താവേ അങ്ങയുടെ ഫേവറിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഫേവറിന് നന്ദി. ഈ ദൈവസഭ, ദൈവദാസന ദൈവം നൽകിയ ഈ ഒരു വർഷത്തിന് വിഷയം അതല്ലേ, ദ ഇയർ ഓഫ് ഗോഡ്സ് ഫേവർ. എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് ഇത്രയും തൊടുന്നൊരു പദം വേറെയില്ല, ദൈവത്തിൻ്റെ ഫേവർ എന്ന പദം. ശരിക്കും ഒരുവൻ്റെ അവസ്ഥ പോലും നോക്കാതെ, ഞാൻ എബ്രായ ലേഖനം തന്നെ എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചെത്തിയ ഒരു പറവടി, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട്. ഇതിനെന്താ മാനദണ്ഡം? ഇതിനകത്ത് എന്താ മാനദണ്ഡം? ഒരു മാനദണ്ഡവും ഇല്ല.
അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ തമ്പുരാൻ കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ കരുണ നോക്കിയാൽ എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് എൻ്റെ ദൈവം നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ ഫേവർ. ജീസസ് ജീസസ്. ഞാൻ അകത്ത് നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു പാസേജ് ഉണ്ട്. ഈ യാക്കോബിൻ്റെ കുടുംബത്തിൽ വീട്ടിൽ നിന്ന് പ്രസാദം നഷ്ടപ്പെട്ട ഒരാളുണ്ട്. ആളുടെ പേര് ലേയെന്ന. കാരണം ഈ യാക്കോബിൻ്റെ ഇൻബിൽറ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരോട് സ്നേഹം പുള്ളി നന്നായിട്ട് കൂടുതൽ പ്രകടിപ്പിക്കും. അത് ഭാര്യയോടുള്ള കാര്യത്തിലും ഉണ്ട്, മക്കളോടുള്ള കാര്യത്തിലും ഉണ്ട്. മക്കളോടുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ടായി, ഭാര്യയോടുള്ള ബന്ധത്തിൽ പ്രശ്നം ഉണ്ടായതായിട്ട് ബൈബിളിൽ എന്ത് ചെയ്യുന്നില്ല, എഴുതി വെക്കുന്നില്ല. പക്ഷേ ഇരട്ടി അനുഗ്രഹം ആർക്ക് കൊടുത്തിട്ടുണ്ട്? റാഹേലിന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ പാർഷ്യാലിറ്റി കാണിച്ചു. ഒരു കാര്യം ഉറപ്പാ, വീട്ടിൽ ലേയ നിന്ദതയാണ്. അവിടെ എഴുതി വെച്ചൊരു പദമുണ്ട്, ലേയ അനിഷ്ടയെന്ന് ദൈവം കണ്ടു. ശരിക്കും ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയപ്പോൾ അവൾ അനിഷ്ട എന്ന് ദൈവം കണ്ടപ്പം ദൈവത്തിൻ്റെ ഫേവർ അവിടെ മേൽ ഒഴുകി വന്നു. അവൾ അനിഷ്ട എന്ന് ദൈവം കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ അവിടെ മേൽ ഒഴുകി വന്നു. അനിഷ്ട എന്ന് കാണുന്നയിടത്ത് അന്നേരം അത് നൊമ്പരമാ. പക്ഷെ ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ ഫേവർ, എന്നെ കവിഞ്ഞു വീഴുന്ന ദൈവത്തിൻ്റെ ഫേവർ, എൻ്റെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ കരുണ, അത് ഓർത്തു കഴിയുമ്പം എനിക്ക് ത്രസിച്ചു നിന്ന് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. അവൾക്ക് അവിടെ എഴുതി വെച്ചത് ദൈവം അവളെ ഫേവർ ചെയ്തത് അവൾക്ക് കൊടുത്ത തലമുറയായിരുന്നു അവളോടുള്ള ദൈവത്തിൻ്റെ ഫേവർ. അവരിലുള്ള 2 പേരുടെ പേര് പറയാം. ഒരുത്തൻ യഹൂദയ, അടുത്തത് ലേവിയ. ഈ 2 എണ്ണം പോരെ? ആ ദേശത്ത് അമ്മ ഒരു വീട്ടിനകത്ത് അനുഭവിച്ച നിന്നക്കകത്ത് ദൈവം കടാക്ഷിച്ച ഫേവർ എന്നു ചോദിച്ചാൽ ഒരുത്തൻ പുരോഹിതൻ, മറ്റൊരുത്തൻ രാജാവ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നാട്ടുഭാഷ പറഞ്ഞ കടികാരങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ 2 പേരാണ്. ഒരു രാജാവാണ് ആ ദേശത്തിൻ്റെ ഭരണസാരിധ്യം നിയന്ത്രിക്കുന്നത്. ഒരു പുരോഹിതനാണ് ആ ദേശത്തിൻ്റെ പൗരോഹിത്യ പാരമ്പര്യം നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് അകറ്റി നിർത്തപ്പെട്ട അമ്മയുടെ തലമുറകൾ ആ ദേശത്തിൻ്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന നിലവാരങ്ങളിൽ അവരെ മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഒരമ്മയോടുള്ള ദൈവത്തിൻ്റെ ഫേവറാണെന്ന് ഇന്ന് രാത്രി ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണ പരിധിയില്ലാതെ നമ്മുടെ മേൽ ഒഴുകി വരുന്നത് ഇന്ന് രാത്രി ഇതിനകത്ത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ നന്ദിയോടെ അല്പനിമിഷങ്ങൾ ആ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, എന്നിൽ ഒഴുകി വന്ന ദൈവത്തിൻ്റെ ഫേവർ. ജീസസ് ദൈവത്തിൻ്റെ മേഴ്സി. അതിനാൽ നമുക്ക് മുമ്പിൽ അടിച്ച ഈ എല്ലാ കാര്യത്തിലും നമ്മൾ നിന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. അടുത്തതായിട്ട് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് കണ്ടിന്യൂഡ് ഫെയ്ത്ത്ഫുൾനെസ്. നമുക്ക് തന്ന ഏറ്റവും വലിയ ഉറപ്പ്, ഇന്നും നാളെയും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തനാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒത്തിരി വട്ടം അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്. പക്ഷെ വിശ്വസ്തത കാത്ത ദൈവം, ഓർത്ത ദൈവം 100% എല്ലാ ദിവസവും വിശ്വസ്തനാണെന്ന് പറയാൻ പറ്റുന്ന ആത്മീക പൈതൃകം നമുക്കില്ല. നമ്മളൊക്കെ കയറ്റിറക്കങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ദൈവത്തോട് ഭക്തിയുടെ ടോപ്പിൽ നിൽക്കുമ്പം അടുത്ത നിമിഷം നമ്മൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. പത്രോസിനെ പോലെ കർത്താവിനെ കണ്ടപ്പം പറഞ്ഞു, കർത്താവ് ഞാൻ വേണം നടന്നു വരാം. കർത്താവ് പറഞ്ഞു പോരെ, എന്നെ ഫെയ്ത്താ. ലോകം ആ 11 പേര് പറഞ്ഞു കാണും, എന്തോ ധൈര്യം. ശരിയല്ലേ? കാരണം ഈ 11 പേർക്ക് ഇല്ലാത്ത ധൈര്യം അദ്ദേഹത്തിനുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കർത്താവ് നടന്നതുപോലെ ഞാനും എന്തു ചെയ്യും? എന്തു ഫെയ്ത്താ അത്. പക്ഷെ തൊട്ടടുത്ത നിമിഷം അധികം മിനിറ്റുകളുടെ ദൂരമൊന്നുമില്ല, പുള്ളി കൊടുങ്കാറ്റിനെ കണ്ട് മുങ്ങാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ചില സമയത്ത് നമ്മൾ പറയുന്ന സകല ധൈര്യത്തിൻ്റെ വാക്കുകൾ മിനിറ്റുകൾക്കകത്ത് അവിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തുന്ന മണിക്കൂറുണ്ട്. അവിടെ മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ മുങ്ങിയപ്പം തകരാതിരുന്നത് ഒരു കരം എന്നെ പിടിച്ചോണ്ടാ. ഞാൻ പറഞ്ഞ വിശ്വാസത്തിൻ്റെ വാക്കിന് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ അവിശ്വാസത്തിൻ്റെ വാക്കും അതിനോടൊപ്പം ഉള്ളപ്പോഴും എന്നെ കൈവിടാത്ത കർത്താവ് കരം പിടിച്ച് അതിൻ്റെ നടുവിൽ കൂടെ നിന്നതാണ് എൻ്റെ ഉറപ്പെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, ആ ദൈവത്തിൻ്റെ കരം എന്നെ പിടിച്ചതുകൊണ്ട്. ജീസസ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഈ ദൈവത്തിൻ്റെ മേഴ്സികളെ മുഴുവൻ നോക്കണം. എവിടെ തുടങ്ങിയതാണ്? ദൈവത്തിൻ്റെ നീതീകരണ പ്രക്രിയ അത് ദൈവത്തിൻ്റെ കരുണയാണ്.
ദൈവം നമ്മെ ദത്തെടുത്തത് ദൈവത്തിൻ്റെ കരുണയാ. ദൈവം നമ്മെ കൃപയുടെ പ്രമാണത്തിനകത്താക്കിയത് ദൈവത്തിൻ്റെ കരുണയാ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത് ദൈവത്തിൻ്റെ കരുണയാ. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് സഹായം തരുന്നത് ദൈവത്തിൻ്റെ കരുണയാ. ആത്മാവ് നമുക്ക് വേണ്ടി ജാഗരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ഉറപ്പ് തന്ന ദൈവം എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് എൻ്റെ അകത്ത് ബോധ്യം തന്നത് ദൈവത്തിൻ്റെ കരുണയാ. വരുവാനുള്ള തേജസ്സിനെ പറ്റിയുള്ള ഉറപ്പ് എൻ്റെ ഉള്ളിൽ തന്നത് ദൈവത്തിൻ്റെ കരുണയാ. ഒന്നിലും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്നുള്ള ആ ധൈര്യത്തോടെ പറയാൻ എനിക്ക് അവസരം കിട്ടിയ ദൈവത്തിന്റെ കരുണയാ. എനിക്ക് നാളെയും എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരിക്കുമെന്നുള്ള ഉറപ്പ് എൻ്റെ അകത്ത് കിട്ടിയത് എൻ്റെ ദൈവത്തിന്റെ കരുണയാണെങ്കിൽ ആ കരുണയോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാമോ? ഇവിടെ പറയുന്നു, ഈ കരുണകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കരുണകളൊക്കെ നിങ്ങൾ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് കണ്ണു തുറന്ന് നിങ്ങൾ കാണണം. ഇനി അടുത്തുള്ള കാര്യമാണ്. അപ്പം കരുണയെ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ പാർട്ട് നമ്മൾ കണ്ടു. നമുക്ക് സന്തോഷമാണ് ദൈവത്തിന്റെ പാർട്ടല്ലേ. കാരണം ഈ പാട്ടിനകത്ത് മജോറിറ്റി ഭാഗവും ചെയ്തത് ആരാ? തമ്പുരാനാ. നമുക്ക് സന്തോഷമാണ്. ഇനി അടുത്തത് നമുക്കുള്ള ചലഞ്ചാണ്, നമുക്കുള്ള വെല്ലുവിളിയാണ്. നമ്മൾ എന്നാ ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ അവിടുത്തേക്ക് സമർപ്പിക്കണം. കുറേയും കൂടെ വ്യക്തമായ ഭാഗം പറയാം. ജീവിതം കൊണ്ട് ആരാധനയാകണം. ജീവിതം കൊണ്ട് ആരാധനയാകണം. ആരാധന എന്നത് ഒരു മണിക്കൂറിൻ്റെ പ്രക്രിയ അല്ല. ആരാധന എന്നത് ഒരു മാസങ്ങളുടെ പ്രക്രിയ അല്ല. ആരാധന എന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗം. ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. എൻ്റെ ഒരു മണിക്കൂറല്ല ദൈവത്തിന് വേണ്ടത്. എൻ്റെ ഒരു ദിവസമല്ല ദൈവത്തിന് വേണ്ടത്. എൻ്റെ 2 പാട്ടല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് എന്നെയാണ്. എൻ്റെ വിചാരങ്ങളെയും എൻ്റെ വികാരങ്ങളെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ പദ്ധതികളെയും മുഴുവൻ ദൈവത്തിൻ്റെ പാദപീഠത്തിനകത്ത് എറിഞ്ഞു കൊടുത്തിട്ട് ഇനി ഞാനില്ല, എൻ്റെ കർത്താവ് മാത്രമായി എന്നുള്ള ബോധ്യത്തിനകത്ത് പരിപൂർണമായി ഞാൻ സമർപ്പിക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് ആരാധന. അതിനകത്ത് ഞാൻ എന്നെ തന്നെ എറിഞ്ഞു കൊടുക്കുക. പണ്ട് പാടുന്നൊരു പാട്ടുണ്ട്, എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം. അതാരാധന. കാരണം ആ ഓഫറിങ് അർപ്പിക്കുന്ന ടേബിളിനകത്ത് കയറുമ്പോൾ, യാഗമർപ്പിക്കുന്ന ടേബിളിനകത്ത് കയറുമ്പോൾ പിന്നെ അത് എവിടെ ജനിച്ചെന്നോ വളർന്നെന്നോ ഒരു വ്യത്യാസവും അതിനകത്തില്ല. അതിനകത്ത് പിന്നെ ഒന്നേ ഉള്ളൂ, അതിനകത്ത് ഇറങ്ങി വരുന്ന തീ അതിനെ ദഹിപ്പിക്കും. അതിൻ്റെ വാസന സ്വർഗത്തിലേക്ക് എത്തും. അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകും. എൻ്റെ പ്രിയരെ, നമ്മെ തന്നെ പൂർണ്ണമായി, നമ്മുടെ വിചാരങ്ങളെ സമ്പൂർണ്ണമായി എന്നെ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്ന നിലവാരങ്ങളിൽ ദൈവഹിതത്തിന് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നത് ആരാധന. ജീസസ്. അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത പദം, ആ ജീവനുള്ള യാഗമായി നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു പദമാണ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെ അതിൻ്റെ സ്വന്തം അച്ചിലേക്ക് ഞെരുക്കാൻ അനുവദിക്കരുത്. നമുക്കറിയാം, ലോകത്തിൻ്റെ മോൾഡുകൾക്കകത്ത്, ലോകത്തിൻ്റെ അച്ചുകൾക്കകത്ത് ലോകം നിങ്ങളെ ഞെരുക്കരുത്. അപ്പം ദൈവത്തിൻ്റെ കരുണ ഓർക്കുന്നവരെല്ലാം ഓർക്കേണ്ട കാര്യമാണ്, ലോകത്തിനൊരു അച്ചുണ്ട്. ലോകത്തിനുള്ളവരെ ലോകം ഒതുക്കുന്ന ഒരച്ചുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകക്കാരെങ്കിൽ, ലോകത്തിൻ്റെ അച്ചിനകത്ത് നിങ്ങളുണ്ടെങ്കിൽ ഒറ്റയാളും നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തത്തില്ല. ഒറ്റയാളും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. ഒരു വായും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. ഒരു മനുഷ്യന് നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. കാരണം നിങ്ങൾ ആ അച്ചിനകത്തുള്ളവരാ, നിങ്ങൾ അച്ചിനകത്തുള്ളതാ. പക്ഷെ എപ്പോഴൊക്കെ നിങ്ങൾ ആ മോൾഡിന് വെളിയിൽ നിന്നാ, നിങ്ങൾ ആ അച്ചിനകത്തല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ ആ ലോകം നിങ്ങൾക്കെതിരാ. കാരണം നിങ്ങൾ ആ അച്ചിനകത്തുള്ളതല്ല, ജഡീകൻ്റെ അച്ചിനകത്തുള്ളതല്ല, ജഡത്തിൻ്റെ അച്ചിനകത്തുള്ളതല്ല, ഈ വികാരങ്ങളുടെ അച്ചിനകത്തുള്ളതല്ല, നിങ്ങൾ അതിന് വെളിയിലാ. ജീസസ്. ഈ ഫൈറ്റ് തുടങ്ങുന്നത്, പ്രതിസന്ധി തുടങ്ങുന്നത് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എവിടെയോ ലോകത്തിൻ്റെ അച്ചിന്ന് വെളിയിൽ വന്നു. ലോകത്തിൻ്റെ അച്ചിന്ന് നിങ്ങൾ വെളിയില്ല. അതുകൊണ്ടാണ് ലോകം നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്. ഇറിറ്റേറ്റ് ചെയ്യപ്പെടും, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യപ്പെടും. ജീസസ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരിയെ കണ്ടു. അവർ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ക്രിസ്ത്യൻ കാഫറ്റീരിയ ഉണ്ട്. നമ്മുടെ നാട്ടിലല്ല, പുറത്തൊരു രാജ്യത്താണ്. അപ്പം ആ ക്രിസ്ത്യൻ കഫേറ്റീരിയയിൽ ഇവർ സാധാരണ അവിടെ നിന്നാണ് ബർഗറും ഒക്കെ വാങ്ങിക്കുന്നത്. പക്ഷെ ഇവരുടെ കൂട്ടത്തിലുള്ളവർ ഈ കഫേറ്റീരിയയുടെ പേര് കേട്ടാൽ ഇവർ വയലൻ്റ് ആവും.
ഇവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന 1-2 ആൾക്കാർ, അതിനകത്ത് ഇപ്പോഴത്തെ ചില മോഡേൺ അധാർമികമായ ചില ആശയങ്ങൾ അവിടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വാദം കേൾക്കുന്ന പാർട്ടികൾ ഈ കഫേറ്റീരിയയുടെ പേര് കേട്ട വയലൻ്റ് ആവും. ഇപ്പം ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവരുടെ അടുക്കൽ അസാധാരണമായ ഒരു അസഹനീയമായ ഒരു അവസ്ഥയാണ് ഇവർ കാണിക്കുന്നത്. അടുത്തത് ഈ കഫേറ്റീരിയയിൽ നിന്ന് ബർഗർ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇവർ കഴിക്കത്തില്ല. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും? ഒരു വല്ലാത്ത ഇറിറ്റേഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാനൊരു കാര്യം ഇവരെന്നോട് ആ കാര്യം പറഞ്ഞപ്പം മനസ്സിലാക്കുന്നു, ആ ലോകത്തിൻ്റെ അച്ചിന്ന് വെളി നിന്നാൽ ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ കാര്യത്തിലും ആ ലോകം നമ്മളോട് ഇറിറ്റേഷൻ കാണിക്കും, ആ ലോകം നമ്മളോട് എതിര് കാണിക്കും, ആ ലോകം നമ്മുടെ വൈരുദ്ധ്യമായത് കാണിക്കും, അതിനോട് എതിർപ്പ് നമ്മൾ ഫീൽ ചെയ്യും. ചിന്തിച്ചാൽ മതി, ഞാൻ ആ ലോകത്തിനെതിരാണ് നിൽക്കുന്നത്. ഞാൻ ഇത് പറയുമ്പം ഈ അത്തനേഷ്യസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഓർക്കാറുണ്ട്. ഈ ഏരിയസ് എന്ന് പറഞ്ഞൊരു ദ്രൂപദഷ്ടക്കൻ ഈ 325 ഈ നൈസിയൻ കൗൺസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജാവിൻ്റെ മുമ്പിൽ പിന്നെയും ഈ മനുഷ്യനെ കൊണ്ടു നിർത്തിയപ്പം ഈ അത്തനേഷ്യസിനോട് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹേയ് അത്തനേഷ്യസ്, ദ ഓൾ വേൾഡ് ഈസ് അഗൈൻസ്റ്റ് യു. ഒരു കാലത്ത് ഈ രാജാവ് ഉൾപ്പെടെ ഏരിയസിനെതിരെ അത്തനേഷ്യസിനെ അനുകൂലിച്ച് നിന്നതാ. പക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ ഈ ഏരിയസിനറിയാം. ഈ സംസാരത്തിനകത്ത് വശംവദനായി രാജാവും ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഈ അത്തനേഷ്യസിന് വിരോധമായിട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, അത്തനേഷ്യസ്, ദ ഓൾ വേൾഡ് ഈസ് അഗൈൻസ്റ്റ് യു. ഈ ഭൂമി മുഴുവൻ നിനക്കെതിരാ. ഈ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു പദമുണ്ട്, ഇഫ് ദ ഹോൾ വേൾഡ് ഈസ് അഗൈൻസ്റ്റ് മീ, ഐ ആം അഗൈൻസ്റ്റ് ദാറ്റ് ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവൻ എനിക്കെതിരാണ്, ആ ലോകത്തിന് മുഴുവൻ ഞാനും എതിരാ. കാരണം ലോകം എനിക്ക് അനുകൂലമാണോ എന്നതല്ല വിഷയം. ലോകത്തിൻ്റെ അച്ചിനകത്ത് ഒരു കാരണത്താലും എന്നെ ഒതുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ ലോകത്തോട് എനിക്ക് സന്ധിയില്ല സമരമുണ്ട്, ആ ജഡത്തോട് എനിക്ക് സന്ധിയില്ല സമരമുണ്ട്, ആ പാപരാഗങ്ങളോട് എനിക്ക് സന്ധിയില്ല സമരമുണ്ട്. കാരണം എന്നിൽ വ്യാപരിക്കുന്നത് മനുഷ്യാത്മാവല്ല, എന്നിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാ. എന്നിൽ വ്യാപരിക്കുന്നത് ജഡത്തിൻ്റെ ശക്തിയല്ല, എന്നിൽ വ്യാപരിക്കുന്നത് ആത്മശക്തിയാ. ജഡത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട്, പാപത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട്, ഇവിടെയുള്ള ജഡമണ്ഡലത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തിക്കണം, ഈ ജഡമണ്ഡലങ്ങൾ നമ്മെ അതിൻ്റെ അച്ചിനകത്ത് പരിമിതപ്പെടുത്തരുത്. ലോകത്തിൻ്റെ അച്ചിനകത്ത് നമ്മെ അത് ഒതുക്കരുത്. അടുത്തത്, ഈ ലോകത്തിൻ്റെ അച്ചിനകത്ത് നാം ഒതുക്കപ്പെട്ടു പോയാൽ എല്ലാത്തിനകത്തും ലോകം നമ്മുടെ കൂടെ കാണും. പക്ഷെ അതല്ലെങ്കിൽ അവർ നിങ്ങളെ എൻകൗണ്ടർ ചെയ്യും, അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തും, അവർ നിങ്ങളെ ഒറ്റയ്ക്ക് വേട്ടയാടും, അവർ നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. പക്ഷെ അതിൻ്റെ നടുവിലുള്ള പ്രത്യേകത ഞാൻ പറയാം, ആർക്കു വേണ്ടി നിൽക്കുന്നോ, ആരുടെ അടയാളം നിങ്ങൾ പേറുന്നോ, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളുടെ പരിധികളും പരിമിതികളും ഒക്കെ അപ്രസക്തമാക്കി ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. കാരണം നിങ്ങൾ ഹൃദയം കൊടുത്തത്, നിങ്ങൾ ഹൃദയത്തിൽ വഹിക്കുന്നത് ആ ക്രിസ്തുവിന്റെ കർത്തൃത്വമാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും അവിടുന്ന് ഇറങ്ങി വരും. ജീസസ് ജീസസ് ജീസസ്. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ എത്തുന്നത് വരെ പൗലോസിന് അസാധാരണ അധികാരം ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ പക്കൽ അധികാര പത്രം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ക്രിസ്ത്യാനികൾ നിരായുധരായിരുന്നു, അവർ ദുർബലന്മാരായിരുന്നു. അവർക്ക് അധികാരപത്രമില്ല, അവർക്ക് അധികാരമില്ല, പവറില്ല, അവർക്ക് പൊസിഷൻ ഇല്ല, അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല, ഇതൊന്നും ഓർക്കില്ല. ദുർബലരായ കുറേ മനുഷ്യർ വേട്ടയാടുക, സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം വേട്ടയാടുക, കുട്ടികളെ വേട്ടയാടുക. ഇവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. ഈ പൗലോസ്, ശൗല് പോലും ചിന്തിച്ചത് ഇവർക്കാരുമില്ലാത്ത അനാഥന്മാരുടെ കൂട്ടം, കുറേ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു കൂട്ടം, വേട്ടയാടിയ തിരിച്ചു ചോദിക്കാൻ ആരുമില്ലാത്തൊരു കൂട്ടം. പക്ഷെ ഞങ്ങളുടെ അനുകൂലമായി ഇല്ലാത്തതിൻ്റെ പേര് വേട്ടയാടുക, ഞാൻ അവനെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ നിർദ്ദയം കൊന്നുകളയുക. പക്ഷെ സംഭവിച്ചറിയുണ്ട്, ഡെമസ്കോസിന്റെ പടിവാതിക്ക് വന്നപ്പോൾ എന്നാ സംഭവിച്ചത്? ഇതേ അഹങ്കാരത്തോടു കൂടെ തന്നെ ഈ മനുഷ്യൻ സഞ്ചരിച്ചു പോയത്. ഉയരമുള്ളൊരു കുതിരയുടെ പുറത്ത് ആ ഡെമസ്കോസിനകത്ത് സഞ്ചരിച്ച് അതിനകത്തുള്ളവരെ കീഴ്പ്പെടുത്താൻ അധികാര പത്രം തൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നട്ടുച്ച നേരത്ത് നട്ടുച്ചയിലടിക്കുന്ന ഉച്ചവെയിലിൻ്റെ പ്രഭയവിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ തേജസ്, കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ അത്ഭുത പ്രകാശത്തെ വെല്ലുന്ന അത്യുഗ്ര ശോഭ അവിടെ മിന്നി വിളങ്ങിയപ്പം കുതിരപ്പുറത്തുനിന്ന് നിലത്ത്
വീണവൻ അവിടെ പിടഞ്ഞു കിടന്നപ്പോൾ ഒരു ചോദ്യം ഉയർന്നു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അവിടെ മനസ്സിലായി ഇവർക്കാരുണ്ടെന്ന്. അതുവരെ ചിന്തിച്ചത് ഇവരെ അനാഥരെന്ന്, അതുവരെ ചിന്തിച്ചത് ഇവർക്ക് ചോദിക്കാൻ ആരുമില്ലെന്ന്. പക്ഷെ ദമസ്കോസിന്റെ പടിവാതുക്കം മനസ്സിലായി ഇവർ അനാഥന്മാരല്ല, ഇവർ സനാഥര. ഇവർക്ക് ചോദിക്കാൻ ആളുണ്ട്, ഇവർക്ക് പറയാൻ ആളുണ്ട്, ഇവർക്ക് വേണ്ടി ഇടപെടാൻ ആളുണ്ട്, ഇവർക്ക് വേണ്ടി കാര്യം പറയാൻ ആളുണ്ട്, ഇവർക്ക് വേണ്ടി കർത്തൃത്വം നടത്തുന്ന ഒരുവനുണ്ട്. ധൈര്യത്തോടെ വിശ്വാസത്തിനകത്ത് ഇറങ്ങി കർത്താവിനെ സേവിക്കുന്നതിൻ്റെ പുറത്തിൽ എന്തൊക്കെ നേരിട്ടാലും ഇന്ന് രാത്രി അങ്ങനെ നേരിടുന്ന സമൂഹം ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തി ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. അനാഥരെന്ന് ചോദ്യം ചെയ്യപ്പെടത്ത് അതിൻ്റെ നടുവിലല്ല, ചോദിക്കാൻ വായി തുറക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ അത് അന്തരാത്മാവിൽ തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ സ്തോത്രം പറ. എനിക്ക് വേണ്ടി പറയുന്ന ദയുണ്ട്. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ സനാഥര. നിങ്ങൾക്കൊരപ്പനുണ്ട്. പൗലോസിന് മനസ്സിലായി, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. മുമ്പിൽ നിൽക്കാൻ ഒരാളുണ്ട്, മുമ്പിൽ നിന്ന് ചോദിക്കാൻ ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞത് ലോകത്തിൻ്റെ അച്ചിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വീട് പോരുത്, നിങ്ങളെ തന്നെ അനുകൂലപ്പെടുത്തി പോരുത്. അങ്ങനാണെങ്കിൽ ഈ ചോദ്യം പ്രതീക്ഷിക്കേണ്ട. ആ കർത്താവ് ചോദിക്കത്തില്ല, ചുറ്റുമുള്ള ഒത്തിരി പേര് ചോദിക്കാൻ കാണും, ഒത്തിരി പേര് ഇടപെടാൻ കാണും. പക്ഷെ ഇവർക്ക് കർത്താവേ ഉള്ളൂ. പക്ഷെ പ്രത്യേകത, നിലനിൽക്കുന്ന മറുപടി ദൈവം ചോദിക്കുന്നവരായിരിക്കും, നിലനിൽക്കുന്ന മറുപടി ദൈവം ഇടപെടുന്നവരായിരിക്കും. ബാക്കി ആരൊക്കെ ചോദിച്ചാലും പറഞ്ഞാലും ഒരു കാലഘട്ടത്തിനപ്പുറത്ത് അത് പ്രസക്തമല്ലതായി മാറും. കാലഘട്ടം അതിനെ തൂത്തുമായിച്ച് കളയും. പക്ഷെ ദൈവം ചോദിക്കുന്നവരുടെ, ദൈവം കൂടെ നിൽക്കുന്നവരുടെ, ദൈവം ഇടപെടുന്നവരുടെ ചരിത്രം തൂത്തുമായ്ക്കപ്പെടത്തില്ല. അത് ചരിത്രത്തിൻ്റെ തിരശീലയ്ക്കകത്ത് മറഞ്ഞു പോകത്തില്ല. ദൈവം കൂടെ നിൽക്കുന്നവൻ്റെ ചരിത്രം, ദൈവം ഇടപെടുന്നവൻ്റെ ചരിത്രം, ദൈവം കൂടെ ഇടപെടുന്നവൻ്റെ ചരിത്രം, ദൈവത്തിൻ്റെ കരം കൂടെ ചലിക്കുന്നവൻ്റെ ചരിത്രം. ദൈവം കൂടെ നിൽക്കുന്നവൻ്റെ ചരിത്രത്തിന് ദൈവികമായ പുരോഗതിയുണ്ട്. ദൈവം കൂടെ നിൽക്കുന്നവൻ്റെ ചരിത്രത്തിന് ദൈവികമായ പുരോഗതിയുണ്ട്. അതിനകത്ത് ഉയർച്ചയുണ്ട്, അതിനകത്ത് താഴ്ചയുണ്ട്, പക്ഷേ അതിനകത്ത് പകരപ്പെടുന്ന ദൈവകൃപയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ലോകം നിങ്ങളെ അതിൻ്റെ സ്വന്തം അച്ചിലേക്ക് ഞെരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. പൗലോസ് പറയുന്ന ഒരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലോകത്തിൻ്റെ അച്ചിലേക്ക് ഞെരുങ്ങപ്പെടത്തില്ല. പക്ഷേ ഗലാത്യ ലേഖനം അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിച്ചിരിക്കുക. ഇനി ആരും എന്നെ അസഹ്യപ്പെടുത്തരുത്. യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിനകത്ത് വഹിച്ചിരിക്കുക. അന്നൊരടിമയുടെ പുറത്ത് ഇരുമ്പ് കൊണ്ട് വ്യത്യസ്ത ആ ചിത്രങ്ങൾ വെച്ചിട്ട് അവൻ്റെ ദേഹത്തേക്ക് അവനൊരു ബോൺ സെർവൻ്റ് എന്നുള്ള നിലയിൽ ഒരു അടിമത്തത്തിൻ്റെ അച്ച അവൻ്റെ നേർക്ക് വെക്കും. പൗലോസ് അത് കടമെടുത്തിട്ട് പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ബോൺ സെർവൻ്റ് ആണ്, യേശു ക്രിസ്തുവിൻ്റെ ബോൺ സെർവൻ്റ് ആണ്. ഇനി ഞാൻ ആർക്കും കർത്തൃത്വം, എൻ്റെ അധികാരം, എൻ്റെ മേലുള്ള അധികാരം ഇനി മറ്റൊരാൾക്ക് ഡൈവേർട്ട് ചെയ്യത്തില്ല. ഒരു കൈ സഹായം ആർക്കും ഇനി കൊടുക്കത്തില്ല. എനിക്കൊരൊറ്റ കർത്താവേ ഉള്ളൂ, ഏകനാഥനും ഏകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ആയിരിക്കുന്ന ദൈവ പൈതൽ അതിന് നടുവിൽ പറയും, ലോകത്തിൻ്റെ അച്ചിനകത്ത് ഞാൻ നെരുങ്ങി പോകത്തില്ല, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുക. യേശുവിൻ്റെ ചൂടടയാളം. ജീസസ്, ഞാൻ യേശുവിൻ്റെ ബോൺ സെർവൻ്റ് ആണ്. യേശുവിൻ്റെ ബോൺ സെർവൻ്റ്, അവിടുത്തെ നിത്യ അടിമയാണ്. ഈ മക്കളെന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ട് അടിമയെന്ന കൺസെപ്റ്റ് വരുമ്പം വിരോധാഭാസം ഒന്നും തോന്നണ്ട. നമ്മൾ മക്കളാ. അന്നേരം തന്നെ തിരിച്ചറിയണം, ഈ ഒരു ഒറ്റ അപ്പനെ നമുക്കുള്ളൂ. അപ്പൻ്റെ കർത്തൃത്വത്തിനകത്ത് പരിപൂർണമായിട്ടുള്ള വിധേയത്വമുണ്ട്, പൂർണ്ണ വിധേയത്വമുണ്ട്, പൂർണ്ണ സമർപ്പണമുണ്ട്. ആ ഹിതത്തിന് പൂർണ്ണമായ വിധേയപ്പെടലുണ്ട്. പിന്നെ കടന്നുകയറ്റങ്ങളില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം മറ്റൊരു പദപ്രയോഗം പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അതിൻ്റെ പൂർണ്ണ അധികാരത്തിൽ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രബലപ്പെടണം.
എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്തൊരു കടന്നു കയറ്റമില്ല, അതിനകത്തൊരു പരനിയന്ത്രണമില്ല, അതിനകത്ത് മറ്റൊരു കരത്തിൻ്റെ സ്വാധീനമില്ല, അതിൻ്റെ പൂർണ്ണ അധികാരം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ പറയാം, ഈ ജീവിതത്തെ നിയന്ത്രിക്കാനും ഓടിക്കാനും എൻ്റെ കർത്താവിനെ അറിയാം, പരസഹായം വേണ്ടെന്ന്. ചിലപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പം ഈ കൂടെ പല വിധത്തിലുള്ള ആൾക്കാരിരിക്കും. ചിലർ നമ്മൾ വണ്ടി ഓടിച്ചാലും അപ്പുറത്തിരുന്ന് വണ്ടി നിയന്ത്രിക്കും. ഈ അടുത്തൂടെയൊക്കെ വണ്ടി പോകുമ്പോൾ അവർ പെട്ടെന്ന് വണ്ടി എന്ത് ചെയ്യും, ഒന്ന് തിരിക്കും. അവരെവിടെ നിന്ന് ബ്രേക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ഔട്ട്. അങ്ങനെ പല വിധത്തിൽ. പണ്ട് ഈ ബൈക്കിലൊക്കെ ആൾക്കാർ ലിഫ്റ്റ് കയറ്റിക്കൊണ്ട് പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ ചിലർ പുറകിരുന്ന് നമ്മെ നിയന്ത്രിക്കും. സഹോദരിമാർക്കൊക്കെ ചെറുതായിട്ട്, എല്ലാവർക്കും ഇല്ല, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. എൻ്റെ വൈഫിന് ഉൾപ്പെടെ. വിവാഹം കഴിച്ച സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾ ആലപ്പുഴ 50-55 കിലോമീറ്റർ ബൈക്ക് യാത്ര ചെയ്ത് ആദ്യമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നേ. അപ്പം എതിരെയൊക്കെ വണ്ടി വരുമ്പോൾ പുള്ളി പുറകിരുന്ന് പതുക്കെ തിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നാൽ മതി, എന്ത് ചെയ്യണ്ട, പുറകിൽ നിന്ന് തിരിക്കണ്ട, പുറകിൽ നിന്ന് നിയന്ത്രിക്കേണ്ട. കാരണം നമ്മുടെ ഉള്ള കൺട്രോളോട് എന്ത് ചെയ്യും, കാരണം അവർ പുറകിൽ നിന്ന് നിയന്ത്രിക്കും, അവർ തിരിക്കും, അവർ നിയന്ത്രിക്കും. ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരാൾ വണ്ടി ഓടിക്കുമ്പം അപ്പുറത്തുനിന്ന് ബ്രേക്ക് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വണ്ടി നിൽക്കുമോ? പലപ്പോഴും കർത്താവിനെ ബ്രേക്ക് പിടിപ്പിച്ച് നിർത്തിക്കാൻ വല്ലാതെ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. കർത്താവിനൊന്നും പറയത്തില്ല. നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ അവിടെ ഒരു ബ്രേക്ക്, ഇവിടെ ഒരു ആക്സിലറേഷൻ, ഇവിടെ ഈ വേഗം പോരാ, കുറേയും കൂടെ എന്ത് ചെയ്യണം, വേഗം വേണം, കുറേയും കൂടെ ഓടണം, ഇവിടെ ഒന്ന് നിൽക്കണം, ഇവിടെ ഒന്ന് ശാന്തമാകണം. എൻ്റെ പ്രിയരെ, ഉടമസ്ഥാവകാശം കൊടുത്തെങ്കിൽ അറിയാം എങ്ങനെ ചലിപ്പിക്കണമെന്ന്. ഉടമസ്ഥാവകാശം കൊടുത്തെങ്കിൽ അറിയാം എങ്ങനെ ചലിപ്പിക്കണമെന്ന്. ഞാൻ ആ കർത്താവിൻ്റെ ബോൺ സെർവൻ്റ് ആണെങ്കിൽ എൻ്റെ മേലുള്ള സർവാധികാരം എൻ്റെ കർത്താവിനാണ്. ഞാൻ പരിപൂർണ സമർപ്പണത്തോടെ ആ പാദപീഠത്തിൽ ഇരിക്കാൻ തയ്യാറായാൽ എൻ്റെ ജീവിതത്തിന്മേൽ മറ്റൊന്നും ആധിപത്യം പെരുകാളവണ്ണം, എവിടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നും എവിടെ ചലിക്കണമെന്നും എൻ്റെ കർത്താവിന് അറിയാമെന്ന് ഇന്ന് രാത്രി അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ, പരിപൂർണ അധികാരം ദൈവത്തിന് കൈമാറിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് ആധിപത്യം എടുക്കാൻ നോക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. അതിനകത്ത് ഇടപെടുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്, അതിനകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്, അതിനെ അമർച്ച ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ കരമുണ്ട്, അതിന്മേൽ അധികാരമുള്ള ദൈവത്തിന്റെ കരമുണ്ട്, അതിന്മേൽ ജയമെടുക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ പറഞ്ഞു തുടങ്ങട്ടെ. ചിലതിന്മേൽ അധികാരത്തോടെ അമർച്ച ചെയ്യാൻ കൽപ്പിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ജീസസ് ജീസസ് ജീസസ്. ചിലതിനകത്തൊന്നും എൻ്റെ സമയമല്ല, നമ്മുടെ സമയമല്ല. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അമർച്ച ചെയ്യാൻ ചിലപ്പോൾ ഒന്നും അമർച്ചയാവപ്പെടത്തില്ല. പൗലോസിനെ പോലും അത്ര വലിയ പ്രേക്ഷിത പരീനെ പോലും ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പൗലോസേ, എൻ്റെ പരമാധികാരമാണ്, എൻ്റെ പരിമാധികാരമാണ്. ശൂലം മാറണമെന്ന് 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ പരമാധികാരമാണ്, എൻ്റെ പരമാധികാരമാണ്. ആ പരമാധികാരത്തിൻ്റെ ഉത്തരം മാറത്തില്ലെന്ന്. അയ്യോ, ചോദ്യം ചെയ്യാനില്ല. പൗലോസ് പറഞ്ഞു, ദൈവമേ നിൻ്റെ ആലോചനയോട് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല, നിൻ്റെ ജ്ഞാനം അത് ഭയങ്കര, ഇതിനോടൊന്നും ചോദ്യം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല, അതിനൊന്നും മത്സരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ചില നേരത്തൊക്കെ ഈ നോ കിട്ടുമ്പോൾ നമുക്കറിയത്തില്ല ഇതിൻ്റെ പിന്നിലെ റീസൺ എന്തെന്ന്. പക്ഷേ നോയോടൊപ്പം കർത്താവ് തരുന്ന ഗ്രേസ് കൂടെ കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ നോയ. ഏറ്റവും വലിയ ഭാഗ്യം നോയ. ചില നോ ജീവിതത്തിനകത്ത് ലഭിച്ചെങ്കിൽ ആ നോ പോലെ ബ്ലെസ്സിങ് ആയുസ് വേറെ ഒന്നുമില്ല. ലൈഫിനകത്ത് നോക്കിക്കോ, നമുക്ക് ദൈവം പറഞ്ഞ ചില നോയാണ് ജീവിതത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ അത്രയ്ക്ക് കരഞ്ഞിട്ടും ദൈവം തരാതിരുന്ന ചില നോയാണ് പിന്നീട് നമ്മുടെ അനുഗ്രഹമായിട്ട് ദൈവം മാറ്റിയത്. അന്ന് പ്രാർത്ഥിച്ച കാലത്ത് പൗലോസിന് ഇത് തിരിച്ചറിയാനുള്ള വലിയ ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് പുള്ളി 1 അല്ല 3 വട്ടം പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു പൗലോസിൻ്റെ ഇൻബോൺ നേച്ചർ വെച്ചാണെങ്കിൽ ദൈവം പറയുന്നത് ഒറ്റ പ്രാവശ്യം കൊണ്ടേ സെൻസ് ചെയ്യാൻ ഈ മനുഷ്യർക്ക് കഴിയും. ആസിയയിൽ പോകണ്ടെന്ന് ദൈവം വിലക്കിയത് പൗലോസിന് മനസ്സിലായി. ത്രോവാസിൽ വന്നു, അവിടെയും കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ വിലക്കിയത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ 1ാമത് പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ദൈവം നോ പറഞ്ഞു കാണും. 1ാമത് പറഞ്ഞപ്പോഴേ നോ പറഞ്ഞു. പക്ഷേ പൗലോസിന് അത്രയ്ക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മറുപടി അല്ല ഈ നോ. കാരണം അത്രയ്ക്ക് തന്നെ ഇറിറ്റേറ്റ് ചെയ്ത വിഷയമാണ്. അതിനകത്ത് താൻ നോയല്ല, താൻ പ്രതീക്ഷിച്ച ഉത്തരം. ഇതാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമുണ്ട്, ആ ഉത്തരമല്ല ദൈവം തന്നത്. അവിടെ നമ്മൾ പിന്നെയും ഇരിക്കും. പൗലോസ് 2ാമത് വരുന്നത്, കർത്താവേ അല്ല, മറുപടി ഇതിനകത്ത് വേറെയാ, ഇതിനകത്ത് ഈ നോയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2ാമതും ദൈവത്തിൻ്റെ ഉത്തരം. കാരണം ഹീസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്, ഒരു മാറ്റമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നോ
പൗലോസെ, ഇതിനകത്ത് മാറ്റമില്ല. പുള്ളിക്ക് അന്നേരവും ഡൈജസ്റ്റ് ആയില്ല. മൂന്നാമത്തെ വട്ടവും ദൈവം ഇരുന്നിട്ട് പറഞ്ഞു, ഇല്ല കർത്താവേ ഇതിനകത്തുണ്ട്. മൂന്നാം പ്രാവശ്യവും തമ്പുരാൻ ക്ലാരിറ്റി പറഞ്ഞു, പൗലോസെ നോ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറുപടി അല്ല വരുന്നുവെന്ന് വരുമ്പോൾ ഒരല്പം ട്രബിള്. പക്ഷേ അവിടെ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. 3 വട്ടം നോ കിട്ടിയപ്പോൾ ഇനി എന്തോ ദൈവത്തിന് പറയാനുണ്ട്. ആ നോയ്ക്ക് അപ്പോഴത്തേക്ക് ചെവി കുറിപ്പിച്ചപ്പം പൗലോസ് കേട്ടൊരു വാർത്ത, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ചിലത് മാറാതെ നിൽക്കുമ്പം അതിന്മേൽ പൊതിഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ആധിക്യം, കൃപയുടെ വലിപ്പം, അത്ഭുതകരമായ ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്ക്, ആ കൃപയുടെ മഹാപ്രവാഹം, അത്ഭുത കൃപയുടെ പ്രവാഹം, ആ കൃപയുടെ പ്രവാഹം അത് നമ്മുടെ മേൽ ഒഴുകി വന്നാൽ, ആ പ്രവാഹം നമ്മുടെ മേൽ ഒഴുകി വന്നാൽ പിന്നെ നമുക്കതൊരു ഭാരമല്ല, ആ കൃപയാൽ നമ്മൾ നിൽക്കും. ജീസസ്. അതുകൊണ്ടൊക്കെയാ വില്യം ബൂത്ത് ആ കൃപയെപ്പറ്റി വർണ്ണിച്ച് പാടിയപ്പം പറഞ്ഞത്, കൃപാ കടലെ നിന്റെ തീരത്ത് ഞാൻ അനേകം നാൾ ആകാംക്ഷയോടെ നിന്നു, മടങ്ങിയിടുകയില്ല. ഇവിടുന്ന് ഇനി ഞാൻ ആ പ്രവാഹം എൻ്റെ മേൽ ഒഴുകാതിരുന്ന പോതില്ലെന്ന് പറഞ്ഞേ. ഇത് ആദ്യമായിട്ട് ഈ ഭാഗം വ്യാഖ്യാനിക്കണം. ആ പാട്ട് അത്ര മനോഹര. കാരണം ഏറ്റവും അവസാനം വന്നിട്ട് പുള്ളി പറയുക, ഞാൻ ഒത്തിരി സഹിച്ചു, പരീക്ഷകളും പരിവേദനങ്ങളും ഇത് മുഴുവൻ സഹിച്ചു, എന്നാലും ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നു, കൃപ എന്നിൽ പകരും. ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പറയുക, എല്ലാം കഴിഞ്ഞു, പക്ഷേ ഈ കൃപ കടലെന്നൊക്കെ പറയുമ്പം പരിധിയില്ലാതെ കിടക്കുക, ഇതിൻ്റെ തീരത്ത് ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങ് എൻ്റെ കാല് നനയ്ക്കുന്നവനല്ല, എന്നെ മുക്കി എന്നെ മുഴുവനായി ആ കൃപ കൊണ്ട് മൂടാൻ കഴിയുന്ന ആ കടലിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നേ. എന്നാൽ ഈ കൃപ എന്നിലേക്ക് ഒഴുകാതെ ഞാൻ പോകത്തില്ലെന്ന്, ആ കൃപയുടെ കടൽ എന്നിലേക്ക് ഒഴുകാതെ ഞാൻ പോകത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ ആ പ്രവാഹം എന്നിലേക്ക് ഒഴുകണമെന്ന ആത്മാർത്ഥതയോടെ നിലവിളിക്കാൻ തുടങ്ങിയെന്ന് പൗലോസിന് മനസ്സിലായി. എൻ്റെ കാലിനെ നനയ്ക്കുന്ന ഒരു അനുഭവമല്ല, എന്നെ മുഴുവൻ മൂടുന്ന ഒരു കൃപയുടെ ശക്തിയുടെ കടൽ അത് എന്നിലേക്ക് പൊതിഞ്ഞിറങ്ങി വന്നാൽ പിന്നെ എന്നെ ഇതുവരെ ബാധിച്ചത് ഒരു വിഷയമല്ല, എന്നെ ബാധിച്ചത് ഒരു വിഷയമല്ല, മറിച്ച് അതിനേക്കാൾ മേലില എന്നിൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം എന്നിൽ പകരപ്പെടുന്ന ആ ദൈവത്തിന്റെ കൃപ അതത്ര ആശ്ചര്യമാ. എക്സ്പെക്ട് ചെയ്ത മറുപടിയില്ല. പക്ഷെ ഞാൻ ഇനിയും ഗൗരവമായിട്ട് കാര്യം പറയാം. ഇതിനൊക്കെ ശേഷം നാളുകൾ കുറെ കഴിഞ്ഞു. ഈ പൗലോസ് ലേഖനം എഴുതാൻ തുടങ്ങി. ഏതാ എഴുതപ്പെട്ട ലേഖനം? കൊരിന്തി ലേഖനം. അതിനകത്ത് ഈ സ്വർഗത്തിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞത്, 3-ാം സ്വർഗത്തോളം പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ശൂലത്തെപ്പറ്റി പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പുള്ളി പറഞ്ഞൊരു പദപ്രയോഗമാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്. വെളിപ്പാടുകളുടെ ആധിക്യത്തെ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എനിക്ക് ജഡത്തിൽ എന്ത് ചെയ്തു? അന്ന് പ്രാർത്ഥിച്ചപ്പം പൗലോസ ഈ അറിവില്ലായിരുന്നോ? ഇല്ല, അന്ന് അറിവില്ല. നിഗളിക്കാതിരിക്കാനാണ് ഈ ശൂലം തന്നതെന്ന് അന്ന് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് ഒരു വട്ടം പോലും എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. കാരണം ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. നിഗളിച്ചു വീണു പോകാതിരിക്കാൻ ദൈവം തന്നതാണല്ലോ ഈ ശൂലമെന്നറിഞ്ഞ പിന്നെ പ്രാർത്ഥിക്കാൻ പോകത്തില്ല. പക്ഷെ അന്ന് 3 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും തനിക്കറിയത്തില്ല നിഗളിക്കാതിരിക്കാൻ തന്നതാണ് ഈ ശൂലമെന്ന്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പം തനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് അതും നന്മയ്ക്ക് വേണ്ടി തന്നെയാ. ചില തിന്മകളൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ പിൻപിൽ കൃപ പൊതിഞ്ഞ് ദൈവം തരുന്ന ചില നന്മകൾ അതിനകത്ത് ഒളിപ്പിച്ചിട്ടത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ലോകത്തിന്റെ അച്ചിനകത്ത് ഞാൻ വീണു പോകത്തില്ല, മറിച്ച് എൻ്റെ ദൈവത്തിന്റെ ചൂടടയാളം, ക്രിസ്തുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിനകത്ത് വഹിച്ചുകൊണ്ട് ആ കൃപയാൽ പൊതിയപ്പെട്ട് ഇന്ന് രാത്രി അന്തരാത്മാവിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങട്ടെ. ആ കൃപയുടെ പ്രവാഹം നമ്മിലേക്ക് ഇന്ന് രാത്രി ഒഴുകട്ടെ. ആ ദൈവകൃപയുടെ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകട്ടെ. ഈ ലോകത്തിന്റെ അച്ചിനകത്ത് ഞാൻ വീണു പോകത്തില്ല. ഇന്ന് രാത്രി അധികം കൃപ എന്നിലേക്ക് പകരണമെന്ന് അകത്ത് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കട്ടെ. ലോകത്തിന്റെ അച്ചിനകത്ത് ഇനി ഞാൻ വീണു പോകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആ കൃപ എന്നിലേക്ക് ഒഴുകണം. കഴിഞ്ഞ 25 വർഷം എന്നിൽ പകർന്നതുപോലെയല്ല, ഒരു ഫ്രഷ് ആയിട്ട് ആ ദൈവ കൃപയുടെ ഒരു ഒഴുക്ക് ഇന്ന് രാത്രി പകരണമെന്ന് ഈ ദൈവസഭയുടെ മേൽ, ഈ ദൈവജനത്തിന്മേൽ ഇന്ന് രാത്രി ആ ഫ്രഷ് ആയിട്ടുള്ള ദൈവ കൃപയുടെ ഒരു വല്ലാത്ത ഒഴുക്ക് ഈ രാത്രി പകരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു വലിയ കൃപയുടെ ഒഴുക്ക് ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കുക. വിശ്വസിക്കുന്നവരുടെ ശരീരങ്ങളുടെ മേൽ, വിശ്വസിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ഒഴുക്ക് സംഭവിക്കുക, ദൈവകൃപയുടെ ഒഴുക്ക് സംഭവിക്കുക, ദൈവശക്തിയുടെ
അത്ഭുത സ്പർശനങ്ങൾ. റഗല റദന ശാന്തര ധനാദിയ റഗല റബൽഷനാദിയ. ആത്മാവിൽ ഇന്ന് രാത്രി സ്വാതന്ത്ര്യം ഇതിനകത്ത് കൽപ്പിക്കുക. ആത്മാവിൽ സ്വാതന്ത്ര്യം ഇന്ന് രാത്രി കൽപ്പിക്കുക. ദുര്യാത്മ മണ്ഡലങ്ങളുടെ മേൽ, പൈശാചിക ആധിപത്യങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്താൽ സ്വാതന്ത്ര്യം കൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ആ കൃപ ഒഴുകേണ്ടതിന്, അസാധാരണമായ ദൈവകൃപ ഒഴുകേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിച്ച് അവിടുത്തെ കൃപയുടെ പൊതിച്ചിൽ അനുഭവിക്കേണ്ടുന്നവർ ഒന്നിച്ചെന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ആ ദൈവ കൃപ നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. എല്ലാവരും ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവാ. ഓ, ഈ രാത്രി ഐശുബിയ കൃപ എൻ്റെ മേലൊന്ന് ഒഴുകി വരണമെന്ന്. 25 വർഷം കൊണ്ട് ഞാൻ തളർന്നു നിൽക്കുകയല്ല, ഒന്ന് ഫ്രഷായി ആ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പ്രവാഹം എൻ്റെ മേലേക്ക് ഒന്ന് ഒഴുകി വരണം. ഞാൻ പരീക്ഷകൾ, പരിവേദനങ്ങളാൽ ക്ഷീണിച്ചു പോയി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് മടങ്ങുന്നത് വെറുതെ മടങ്ങില്ല. ആ കൃപയുടെ പ്രവാഹം എന്നിലേക്ക് ഒഴുകാതെ ഞാൻ മടങ്ങത്തില്ലെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന്റെ കരം അത്ഭുതകരമായി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക. ധൈര്യത്തോടെ കരങ്ങളൊക്കെ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്ക്. യേശുവേ, ആ പ്രവാഹം എൻ്റെ മേലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഒഴുകണമേ. ആ കൃപയുടെ പ്രവാഹം ഇന്ന് രാത്രി എൻ്റെ മേലേക്ക് ഒഴുകണമേ. ഇന്ന് രാത്രി നിങ്ങൾ വെറുതെ ഈ 1-ാം ദിവസം മടങ്ങി പോകത്തില്ല. അസാധാരണമായ ഒരു കൃപയുടെ പ്രവാഹം സ്വർഗം നിങ്ങളുടെ മേൽ പകരുക. ആ കരങ്ങളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം കയറി പിടിക്കുക. ആണിപ്പാടുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ ബലഹീന കരങ്ങളെ കയറി പിടിക്കുന്ന രാത്രിയാകട്ടെ. ഓ ജീസസ്. കരുണ
മനസ്സുകളുടെ മേൽ ഇന്ന് രാത്രി ദൈവകൃപയുടെ പ്രവാഹം ഒഴുകട്ടെ. തകർന്ന ഹൃദയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആ പ്രവാഹം ഒഴുകട്ടെ. ശരീരങ്ങളുടെ മേൽ, മനസ്സുകളുടെ മേൽ ഇന്ന് രാത്രി ആ ദൈവ പ്രവാഹം ഒഴുകട്ടെ. അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി ജനത്തെ സ്പർശിക്കട്ടെ. ദൈവകൃപയുടെ അസാധാരണ പ്രവാഹം. ശരീരങ്ങളുടെ മേൽ ആത്മീക വിടുതലുകളായി, ഹൃദയത്തിലുള്ള മുറിവുകളുടെ മേൽ സൗഖ്യമായി, ആന്തരിക ആശ്വാസമായി ദൈവകൃപയുടെ പ്രവാഹം, ദൈവകൃപയുടെ പ്രവാഹം. ദൈവകൃപയുടെ പ്രവാഹം. ഇന്ന് രാത്രി സമയം അല്പം മുമ്പോട്ട് പോയെങ്കിലും ഒരു നിമിഷം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ദൈവം ഞങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മീക അധികാരങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന, ദൈവവചനത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തി ഈ രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ നിങ്ങൾ തകർന്നിരിക്കുന്നു, എവിടേക്കോ നിങ്ങൾ ഷാറ്റേഡായിട്ടിരിക്കുന്നു, ഒരു കൃപയുടെ പ്രവാഹം ഇന്ന് രാത്രി എൻ്റെ മേലൊന്ന് ഒഴുകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകളാകട്ടെ, ശാരീരികമായ രോഗത്തിലാകട്ടെ, അല്ല നിങ്ങൾ കടന്നു പോകുന്ന സംഘർഷങ്ങളിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലെ നിങ്ങളുടെ സംഘർഷങ്ങളിലാകട്ടെ, അല്ല നിങ്ങളുടെ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രൈസിസിലകത്താകട്ടെ, അല്ല നിങ്ങൾ ക്യാമ്പസുകൾ നേടുന്ന അവസ്ഥയിലാകട്ടെ, എവിടെയും ഒരു ഫ്രഷ് ഗ്രേസിൻ്റെ ഫ്ലോ ഇന്ന് രാത്രി എൻ്റെ മേലെ ഒഴുകണമെന്ന്, ആ കൃപയുടെ പ്രവാഹം എൻ്റെ മേലെ ഒഴുകണം. ഈ രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുള്ള ഒരു കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകും. യേശുവിൻ്റെ കരത്തിൻ്റെ അത്ഭുത സ്പർശനം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക. ചില ശരീരങ്ങൾ അസാധാരണമായി ഇന്ന് രാത്രി ഇത് അനുഭവിക്കുക. നിങ്ങളുടെ കണ്ണിൽ നിന്ന് പാഞ്ഞിറങ്ങുന്ന ചൂടുകണ്ണീരിൻ്റെ പുറകിലുള്ള കാരണങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് രാത്രി കൃപയുടെ കടൽ നിങ്ങൾക്ക് വേണ്ടി ഒഴുകുക. ആ കൃപയുടെ കടൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഒഴുകുക. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീക അധികാരത്താൽ ഈ ജനത്തിന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സകല പൈശാചിക മേഖലകളും ഈ രാത്രി തകർന്നു മാറി ദൈവ കൃപയുടെ വലിയൊരു ഫ്ലോ ഇന്ന് രാത്രി ഇവിടെ ഒഴുകുന്നതിനും നന്ദി പറയുന്നു. അസാധാരണമായ ഒരു ദൈവ മഹത്വം ഈ രാത്രി ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്നതിനും നന്ദി പറയുന്നു. ചില മനസ്സിനകത്തെ പൈശാചിക ഭയങ്ങൾ മാറിപ്പോകട്ടെ, ചില വല്ലാത്ത വേദനകൾ മാറിപ്പോകട്ടെ, ചില നിരാശകൾ മാറിപ്പോകട്ടെ, ഡിപ്രഷന്റെ ആത്മാവുകൾ മാറിപ്പോകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദുരാത്മ ദുർഭൂത മണ്ഡലങ്ങളുടെ ഇന്ന് രാത്രി യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ, രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ ജയം ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രവർത്തിക്കുന്ന എല്ലാ ജയത്തിനും നന്ദി പറയുന്നു. ഈ ദൈവസഭ 25 വർഷം കഴിഞ്ഞവർ കാലൂന്നി നിൽക്കുമ്പോൾ വലിയൊരു കൃപയുടെ പ്രവാഹം തിരുവനന്തപുരം പട്ടണം അടയാളപ്പെടുത്തുന്ന ഒരു കൃപയുടെ വലിയ ദൈവകൃപയുടെ പ്രവാഹം ഈ ദൈവസഭയ്ക്കകത്തൂടെ ഇനി ചലിക്കട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഒരുമിച്ച് ആത്മാവിലവരെ അനുഗ്രഹിക്കുന്നു.
സ്വർഗമയക്കുന്ന എല്ലാ ദൈവപ്രവർത്തികൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്ത ദാസനെ, കുടുംബത്തെ, ദൈവസഭയെ, മറ്റു കർത്തദാസന്മാരെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കും നന്ദി, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കരം ഉയർത്തി കർത്താവിന് ധൈര്യത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.